ഈ പുസ്തകത്തിനകത്തുള്ള പരമപ്രധാനമായ ഒരു കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു ദൂതെന്ന് പറഞ്ഞാൽ, ആമേൻ സ്തോത്രം, തൻ്റെ ജനത്തെ നശിപ്പിക്കുവാൻ ഒരു കൂട്ടം വെട്ടിക്കിളികൾ പുറപ്പെട്ടു. സ്തോത്രം, ആമേൻ. വെട്ടിക്കിളികളുടെ വലിയ ഒരു ജനത തന്നെ ഈ പുസ്തകത്തിനകത്ത് പരിശോധിക്കുമ്പോൾ നമുക്കവിടെ കാണാൻ കഴിയുന്നു. അത് ചെറുതല്ല, വളരെ ആമേൻ പ്രൈസ്, മനുഷ്യനെ ഭീതിപ്പെടുത്തുന്ന വെട്ടിക്കിളികളാണ് പുറപ്പെട്ടത്. പ്രൈസ് ലോർഡ്. രണ്ടാമത് ഇതിനകത്ത് നമുക്ക് കാണാൻ കഴിയുന്നത് തുള്ളൻ. പ്രൈസ് ലോർഡ്. 3 പ്രൈസ് ലോർഡ് പച്ചപ്പുഴു. എന്നാൽ 4ാമത് കാണാൻ കഴിയുന്നത് ഇതെല്ലാം ശേഷിപ്പിച്ചതിനെ ദൈവം ജനത്തിന് നൽകുന്ന ഒരു അനുഗ്രഹത്തെ പറ്റി ഇതിനകത്ത് കാണിക്കുന്നു. സ്തോത്രം. നമുക്കറിയാം ഈ പുസ്തകം അവൻ BC 835 796 ഈ പ്രവചന പുസ്തകം എഴുതപ്പെട്ടത്. സ്തോത്രം. ഇതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം ഞാൻ പറഞ്ഞു. പ്രൈസ് ലോർഡ്. ഇതിൽ 1-ാമത്തെ അധ്യായത്തിൽ നമ്മൾ പഠിക്കുമ്പോൾ മിതുവേലിൻ്റെ മകനായ യോവേൽ എന്ന് നമുക്കവിടെ കാണാൻ കഴിയുന്നു. സ്തോത്രം. യോവേൽ എന്ന് പറയുമ്പോൾ അതിൻ്റെ പേരിൻ്റെ അർത്ഥം നമുക്കറിയാം, യഹോവയായ ദൈവമെന്നാണ് ആ പേരിൻ്റെ അർത്ഥം. അപ്പം നമുക്ക് മനസ്സിലായി കാണുമല്ലോ. ആമേൻ. ഇന്ന് രാത്രിയിൽ നമ്മിടം എന്ന് പറയുന്നത് കർത്താവിൻ്റെ ഇരിപ്പിടമാണ്. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. പേരിന് അർത്ഥം മാത്രമല്ല കേട്ടോ, അതിൻ്റെ ആഴം കൂടെ മനസ്സിലാക്കണം. പ്രൈസ് ദി ലോർഡ്. പേരിന് അർത്ഥം മാത്രമല്ല, അതിൻ്റെ ആഴം കൂടെ നമുക്കറിയാം. ആമേൻ സ്തോത്രം. ഹല്ലേലൂയ. ഈ മിതുവേൽ എന്ന് പറയുമ്പോൾ സ്തോത്രം, ദൈവത്തിൽ ഭരിക്കപ്പെട്ട ഒരു മനുഷ്യനാണ്. സ്തോത്രം. ദൈവത്തിൻ്റെ സന്നിധിയിൽ ആമേൻ നിൽക്കപ്പെട്ട ഒരു മനുഷ്യൻ. ആമേൻ. അവൻ്റെ മകനാണ് ഈ യോവേൽ എന്ന് പറയുന്ന പ്രവാചകൻ. സ്തോത്രം. നമുക്കറിയാം ദീർഘകാലം മുതൽ, നമുക്ക് 1-ാമത്തെ അധ്യായം പഠിക്കുമ്പോൾ അവിടെ വ്യക്തമായി പറയുന്ന എങ്ങനെയാണ്, മൂപ്പന്മാരെ ഇത് കേൾക്കുവീൻ. ഒരു ശബ്ദമാണ് അവിടെ ഉണ്ടാകുന്നത്. മൂപ്പന്മാരെ ഇത് കേൾക്കുവീൻ, ദേശത്തിലെ സകല നിവാസികളുമായുള്ളവരെ ചെവിക്കൊള്ളുവീൻ. നിങ്ങളുടെ കാലത്ത്, നിങ്ങളുടെ പിതാക്കന്മാരുടെ കാലത്തോ ഇങ്ങനെ സംഭവിച്ചിട്ടുണ്ടോ? ഇല്ല. നിങ്ങളുടെ കാലത്തോ നിങ്ങളുടെ പിതാക്കന്മാരുടെ കാലത്തോ ഇതുപോലെയുള്ള നാശങ്ങളും വരൾച്ചകളും ഉണക്കും നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ടോ? ഇല്ല. പ്രൈസ് ദി ലോർഡ്. ഈ കാലഘട്ടം ദുഷ്കരമേറിയ കാലഘട്ടമാണെന്ന് പ്രവാചകനായ യോവേലിൽ കൂടെ ദൈവത്തിൻ്റെ ആത്മാവ് സംസാരിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഈ കാലഘട്ടത്തിനകത്ത് ദൈവജനത്തിന് ശേഷിപ്പിച്ചതിനെ കൊണ്ട് പോഷിപ്പിക്കുന്ന ഒരു ദൈവത്തെ നമുക്കിവിടെ പരിചയപ്പെടുത്തുകയാണ്. പ്രൈസ് ദി ലോർഡ്. ശ്രദ്ധിക്കൂ. 2-ാമത്തെ അധ്യായം നമ്മൾ പഠിക്കുമ്പോൾ ഈ 2-ാമത്തെ അധ്യായത്തിനകത്ത് പ്രൈസ് ദി ലോർഡ് നിരവധി ദൂതുകളുണ്ട്. 2:11 വായിച്ചേ. 2:11 അവിടെ നമുക്ക് കാണാൻ കഴിയുന്നത് ഇങ്ങനെയാണ്. പ്രൈസ് 2:11 നമ്മൾ വായിച്ചേ. 2:11 വായിച്ചേ. പ്രൈസ് ദി ലോർഡ്. തന്റെ സൈന്യത്തിന് മുമ്പിൽ മേഘനാദം കേൾപ്പിക്കുന്നു. അവന്റെ പാളയം അത്യന്തം വലുതും അവന്റെ വചനം അനുഷ്ഠിക്കുന്നവൻ ശക്തിയുള്ളവനും തന്നെ. യഹോവയുടെ ദിവസം വലുതും അതിഭയങ്കരവുമാകുന്നു. അത് സഹിക്കാവുന്നവൻ ആർ? എന്നാൽ ഇപ്പോഴെങ്കിലും നിങ്ങൾ പൂർണ്ണ ഹൃദയത്തോടും ഉപവാസത്തോടും കരച്ചിലോടും വിലാപത്തോടും കൂടെ എങ്കിലേക്ക് തിരുവിനെന്ന യഹോവയുടെ അരുളപ്പാട്. നോയിക്കേ, ഭയങ്കര ദൂതല്ലേ. ദൈവത്തിന്റെ ദിവസം അടുത്തിരിക്കുന്നു. യോവേൽ പ്രവാചകൻ പറയുന്നു, ഇനി വലിയ ദൂരമില്ല. 2024 സംഭവിച്ചതിനേക്കാൾ, ഡയറി ഉണ്ടെങ്കിൽ കുറിച്ചു വെച്ചോ, 2025 ഇതിനേക്കാൾ വലിയ സംഭവങ്ങൾ നടക്കാൻ പോകുന്നു. ദൈവത്തിന്റെ ഭയങ്കരത്വം വെളിപ്പെടാൻ പോകുന്നു. നമ്മൾ അനുഗ്രഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നവരാ. നമ്മുടെ ചുറ്റുപാടുമൊന്നും കണ്ണുനീരോ മുറവിളിയോ പാടില്ല എന്ന് പ്രാർത്ഥിക്കുന്നവരാ. നീണ്ട 8 വർഷം പ്രണയിച്ച് രണ്ടുപേരും ഒരുമിച്ച് വിവാഹം കഴിഞ്ഞിട്ട് 18 ദിവസം മാത്രം പാർത്തു. ഇന്ന് പുലർച്ചെ 4 മണിക്ക് കേട്ട വാർത്ത, കോന്നി, റാന്നി, പത്തനംതിട്ട, തിരുവനന്തപുരം, ലോകമൊട്ടാകെ ഓൾ ഇന്ത്യ പിടിച്ചു കുലുക്കിക്കളയുന്ന വാർത്തയായിരുന്നു. തന്റെ ഓമനകളെ കാണുവാൻ എയർപോർട്ടിൽ നിന്ന് കൂട്ടിക്കൊണ്ടുവരുവാൻ മകളുടെ അപ്പനും മകന്റെ അപ്പനും കൂടെ അവിടെ എയർപോർട്ടിൽ നിന്ന് കൂട്ടിക്കൊണ്ടുവന്ന ശേഷം ഇവർ തമ്മിൽ
ആമേൻ ആമേൻ ഏകദേശം അപകടം നടക്കുന്ന സ്ഥലവും വീടും തമ്മിൽ 8 കിലോമീറ്റർ മാത്രം വ്യത്യാസമിരിക്കെ ഭൂപരപ്പിൽ നിന്ന് മാറ്റപ്പെട്ട വാർത്ത കേട്ട് ലോകം ഞെട്ടിപ്പോയി. എന്താ ഇങ്ങനെ സംഭവിക്കുന്നത്? യോവേൽ പ്രവാചകൻ പറയുന്നു, ഇന്നലെ വരെ സംഭവിക്കാത്തത് ഇനി സംഭവിക്കുന്ന നാഴിക വന്നിരിക്കുന്നു. നമ്മുടെ പ്രായമൊന്നും അളന്ന് ഇനി വലിയ ദൂരമൊന്നുമില്ല കേട്ടോ. പക്ഷെ ഈ നാളുകളിൽ ദൈവജനം ദൈവസഭയ്ക്കു വേണ്ടി ചുമര് കൊടുക്കാൻ താല്പര്യപ്പെടുമെങ്കിൽ, ദൈവ ശബ്ദത്തിന് വേണ്ടി ചെവി കൊടുക്കാൻ താല്പര്യപ്പെടുമെങ്കിൽ ദൈവത്തിന്റെ പ്രവൃത്തി ശക്തമായി വെളിപ്പെടും. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. നോക്കിക്കേ, ആമേൻ. 2-ാമത്തെ അധ്യായത്തിന്റെ നമ്മളിവിടെ 11-ാമത്തെ വാക്യം നമ്മളിവിടെ വായിച്ചു. പ്രൈസ് ദി ലോർഡ്. ആ 11-ാമത്തെ വാക്യത്തിനകത്ത് പ്രവാചകൻ പറയുന്നെങ്കിൽ നോക്കിക്കേ, യഹോവ തന്റെ സൈന്യത്തിന്റെ മുൻപിൽ മേഘനാദം കേൾപ്പിക്കുന്നു, അവന്റെ പാളയം അത്യന്തം വലുതും. പ്രൈസ് ദി ലോർഡ്. യശയ്യാവിന്റെ പുസ്തകം 30-33 നമ്മൾ പഠിക്കുമ്പോൾ ഒരു പാളയം ഇറങ്ങുന്നു. ഒരു പാളയം എന്ന് പറയുമ്പോൾ ചിതകൾ കൂട്ടി, വിറക് കൂട്ടി, ആമേൻ, വാരി നിറച്ചിട്ട് ഒരു ചിത പോലെ ആമേൻ കത്തിക്കുന്ന ഒരു പാളയം വേദപുസ്തകത്തിൽ വെളിപ്പെട്ടു വന്നിരിക്കുന്നു. മാനവകുലത്തെ ഒരുമിച്ച് ചിതയ്ക്കകത്തുകൂടെ പുറത്തെടുക്കത്തക്ക തലത്തിൽ പ്രവാചകനായിരിക്കുന്ന ആമേൻ യെശയ്യാ പ്രവാചകൻ വിളിച്ചു പറയുന്നു, ഇതാ ഒരു ചിത ഒരുങ്ങിയിരിക്കുന്നു, അതിൽ വിറക് അനേകമുണ്ട്. എന്നാൽ അത് ഈ തലത്തിൽ കൂടെ നോക്കപ്പെടുമ്പോൾ ദൈവത്തിന്റെ നഗരമായിരിക്കുന്ന ആമേ പുരാതനമായി കിടക്കുന്ന ജെറുസലേം നിവാസികൾക്കും യഹൂദ പട്ടണത്തിനും ഇസ്രായേൽ ജനതയ്ക്കും ഒരുപോലെ ഭീഷണിയുണ്ടാക്കുന്ന വാർത്തകളും ആമേൻ ആലോചനകളും പുറപ്പെട്ടു വരുന്ന സമയം വിദൂരമല്ല ദൈവമൈതലേ. ഈ കാലഘട്ടത്തിന് വേണ്ടത് ദൈവവചനത്തിലേക്ക് പരിശോധിക്കൂ. തലമുറയെ ഉപദേശിക്കേണ്ടത് ദൈവവചനത്തിലേക്ക് പരിശോധിക്കൂ. അതിനകത്തൊന്നിനും ആമേൻ പ്രൈസ് ദി ലോർഡ് കുറവില്ലാതെ സകലത്തെയും മെനഞ്ഞു തരുന്നവനായ ഒരു ദൈവം ഇന്ന് രാത്രി വിളിച്ചു പറയുന്നു. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. വചനം ആമേൻ അനുഷ്ഠിക്കുന്നവൻ ശക്തിയുള്ളവനും തന്നെ. യഹോവയുടെ ദിവസം വലിയതും ഭയങ്കരവുമാകുന്നു, അത് സഹിച്ചുകൂടാത്തവൻ ആർ. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ദൈവവൈതലേ, ആമേൻ. ഓരോ ദിവസവും നിങ്ങളുടെ മേൽ ശുശ്രൂഷ വരവേൽപ്പിക്കുന്നില്ലേ? അതെന്തിനു വേണ്ടി എന്നറിയാമോ? പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. എന്തിനാ ഒരു ദിവസം 2 അധ്യായം വായിക്കണമെന്ന് അറിയാമോ? ബൈബിളിൽ അകത്ത് ഒളിഞ്ഞു കിടക്കുന്ന ശബ്ദങ്ങൾ നിങ്ങളുടെ നേരെ തിരിഞ്ഞ് സംസാരിക്കാൻ വേണ്ടിയാ. അതാണ് വെളിപ്പാട് പുസ്തകം പറയുന്നത്. ഈ പുസ്തകം വായിക്കുന്നവരും ഈ പുസ്തകം പ്രമാണിക്കുന്നവരും ഇത് കേൾക്കുന്നവരും ഇത് വായിക്കുന്നവരും ആമേൻ ആമേൻ 2 വ്യക്തികളും അനുഗ്രഹിക്കപ്പെടും. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ആമേൻ. ഈ വചനത്തിന്റെ ആഴങ്ങളിലേക്ക് ഇറങ്ങി വരുമ്പോൾ ദൈവശബ്ദം എന്ന് പറയുമ്പോൾ അത് ശത്രുവിന്റെ നേരെ ആമേൻ ഒരു അമ്പാണ് ദൈവശബ്ദം എന്ന് പറയുന്നത്. സ്തോത്രം, ഹല്ലേലൂയ. അങ്ങനെയെങ്കിൽ നമ്മൾ വായിച്ച അധ്യായത്തിലേക്ക് അല്ലെങ്കിൽ വാക്യത്തിലേക്ക് വരപ്പെടുമ്പോൾ അവിടെ വായിക്കുന്ന ഇങ്ങനെയാണ്, ഞാൻ ഇസ്രായേലിന്റെ നടുവിലുണ്ട്, ഞാൻ ആമേൻ നിങ്ങളുടെ ദൈവമായ യഹോവ മറ്റൊരുത്തനുമല്ല എന്ന് നിങ്ങൾ അറിയും. എന്റെ ജനം ഒരു നാളും ലജ്ജിച്ചു പോകയില്ല. പ്രൈസ് ദി ലോർഡ്. ഒരു നാളും. പറഞ്ഞത് ആരാ? ദൈവം പറഞ്ഞത്. ആരടുത്താ പറഞ്ഞേ? ആമേൻ, സ്തോത്രം. യോവേലിൽ കൂടെ ഇസ്രായേൽ ജനത്തിന് അറിയിക്കുന്ന ഒരു ദൂത. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ദൈവകുഞ്ഞെ, ഇസ്രായേൽ ജനത്തിന് ദൈവം ദൂതറിയിക്കുമ്പോൾ അവരോട് ദൈവം എല്ലാം പറഞ്ഞു ഇല്ലേ? ഇസ്രായേൽ ജനം 430 സംവത്സരം അടിമ വെട്ടി പാർത്തപ്പോഴേ അവിടെ അവരെ കയ്യിലിരുന്ന കിന്നരങ്ങളും വീണകളും തപ്പ് ആമേൻ സ്തോത്രം മുതലായ കുഴല് കാഹളം ഇതെല്ലാം അവർ വൃത്തിയാക്കുമായിരുന്നു. പക്ഷെ അവരോട് ചോദിച്ചു, ആമേ ഒരിക്കൽ അഹരോൻ ചോദിച്ചു, എന്താ നീ എന്നും ഈ കിന്നരത്തിന്റെ നടുവിലിരിക്കുന്നത്? അപ്പോഴാ ആമേൻ പ്രൈസ് ദി ലോർഡ് അവർ പറയുന്നത്, ഒരു നാൾ ഞങ്ങൾക്കൊരു മടക്കയാത്രയുണ്ട്, ഞങ്ങളുടെ പ്രാണകാന്തൻ ഒരു നാൾ ഞങ്ങളെ രക്ഷിപ്പാൻ ഇതിനകത്ത് ഒരുവരെ ഉളവാക്കും. പ്രൈസ് ദി ലോർഡ്. എന്നാൽ നോക്കൂ, അവരുടെ പ്രത്യാശയ്ക്ക് ഭംഗം വന്നിട്ടില്ല, അവരുടെ പ്രത്യാശ ലജ്ജിച്ചു പോയിട്ടില്ല. ആമേ ദൈവത്തിന്റെ മുഖത്തേക്ക് നോക്കിയിറങ്ങിയ അല്ലെങ്കിൽ അടിമകളായി പിടിക്കപ്പെട്ട ആമേ തന്റെ ജനമായ ഇസ്രായേലിനെ വിടുവിപ്പാൻ അതിനകത്തുനിന്ന് ഒരുത്തനെ പുറത്തു കൊണ്ടുവന്നു. അവന്റെ പേരാണ് മോശ.
ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന ദൈവ പൈതലേ, ഒരു ദേശത്തിൽ ജനത്തെ വിടുവിക്കപ്പെടണമെങ്കിൽ ദേശത്ത് നിന്ന് തന്നെ, ഏത് ദേശമാണോ ആ ദേശത്ത് നിന്ന് ഒരു പ്രവാചകനെ ദൈവം കണ്ടെത്തും. ഇന്ന് രാത്രിയിൽ മനുഷ്യൻ മാർക്കിട്ടില്ലെങ്കിലും മാർക്കിടുന്ന ഒരു സ്വർഗം ഇന്ന് രാത്രി ഇതിനകത്തിറങ്ങി വന്നിട്ടുണ്ട്. ഹല്ലേലൂയ. മനുഷ്യൻ പലപ്പോഴും ഇത് പാഴ്വാക്കെന്ന് പറഞ്ഞ് തള്ളിക്കളയുമ്പോൾ യോവേൽ പ്രവാചകൻ പറയുന്നു, ഇല്ല, ഇന്ന് രാത്രി നിങ്ങളുടെ നടുവിൽ നിന്ന് ഒരുത്തനെ ദൈവം പുറത്തു കൊണ്ടുവരും. കാരണം ഒരു ദേശം വിടുവിക്കപ്പെടണം, ഒരു സഭ വിടുവിക്കപ്പെടണം, ഒരു ജനത വിടുവിക്കപ്പെടണം. അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രി ജനതയുടെ നടുവിൽ പ്രവർത്തിക്കുന്ന ഒരേ ഒരു ദൈവമേ ഉള്ളൂ. ആമേൻ. ഒരിക്കലും തൻ്റെ ജനത്തെ ലജ്ജിപ്പിക്കാതെ സ്തോത്രം മാറോട് ചേർത്തണയ്ക്കുന്ന ഒരു ദൈവം ഇന്ന് രാത്രി പറയുന്നു, യോവേലേ, എൻ്റെ വാഗൊണ്ട് നിന്നോട് ഞാൻ പറയിച്ച പ്രവചനങ്ങൾ ഒന്നുപോലും ശേഷിക്കാതെ ഞാൻ എല്ലാം നിവർത്തിക്കാൻ പോകുക. ഹല്ലേലൂയ. തെളിവ് വേണമോ? വായിക്കാം. 2-ാമത്തെ അധ്യായത്തിന്റെ 12-ാമത്തെ വാക്യം ഒന്ന് വായിച്ചേ. 2:12. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. 2:12 ഒന്ന് വായിച്ചേ. അവിടെ എന്താണ് നമ്മൾ വായിച്ചത്? എന്നാൽ ഇപ്പോഴെങ്കിലും നിങ്ങൾ പൂർണ്ണ ഹൃദയത്തോടും ഉപവാസത്തോടും കരച്ചിലോടും വിലാപത്തോടും കൂടെ എങ്കിലേക്ക് തിരിവിനെന്ന യഹോവയുടെ അരുളപ്പാട്. കണ്ടോ? കാലം അതിക്രമിച്ചിരിക്കുന്നു, അതിന്റെ അന്ത്യത്തിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുന്നു. എപ്പോഴാ? ഈ സമയത്ത് നിങ്ങൾ എന്ത് ചെയ്യണം? പൂർണ്ണമായ ഒരു ഹൃദയത്തോടും. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇന്നലകളിൽ നമ്മുടെ ഹൃദയത്തിൽ സ്തോത്രം എന്തെങ്കിലും വൈഷമ്യത വന്നിട്ടുണ്ടെങ്കിൽ ഇന്ന് യോവേൽ പ്രവാചകൻ പറയുന്നു, പൂർണ്ണ ഹൃദയത്തോടെ നീ ദൈവസ്ഥനിലേക്ക് മടങ്ങി വരുന്നത് എങ്ങനെയെന്നറിയാമോ? ഉപവാസത്തോടും. ഹല്ലേലൂയ. 2 കരച്ചിലോടും. 3 വിലാപത്തോടും കൂടെ. 4 എങ്കിലേക്ക് തിരിവീൻ. 5 എന്ന് യഹോവയുടെ അരുളപ്പാട്. ഹല്ലേലൂയ. ഞാൻ പറഞ്ഞു, യോവേൽ എന്ന വാക്കിന്റെ അർത്ഥം എന്ന് പറയുന്നത് പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. യഹോവയായ ദൈവം. അപ്പോ പ്രവാചകന്റെ വായിൽ നിന്ന് വരുന്ന വാക്കെന്ന് പറയുന്നത് ദൈവം കൊടുക്കുന്ന അരുളപ്പാടാണ്. ഇന്ന് രാത്രി ഇതിനകത്തിരിക്കുന്ന ഓരോരുത്തരോടും ദൈവത്തിന്റെ ആത്മാ വിളിച്ചു പറയുന്നു, നിങ്ങളുടെ വായിൽ നിന്നൊരു ദൂത് പുറത്തു വരുന്നെങ്കിൽ അത് നിങ്ങളുടെ സ്വന്തമല്ല, തന്ന ദൈവത്തിന്റെ വിശ്വസ്തതയാണ്. അത് ഇന്ന് രാത്രി ലക്ഷിക്കാതെ വിളിച്ചു പറയാൻ താല്പര്യമുണ്ടെങ്കിൽ വിടുവിക്കുന്ന ഒരു ദൈവം ഇന്ന് രാത്രിയിലും നമ്മുടെ നടുവിൽ ഇറങ്ങി വന്നിട്ടുണ്ട്. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ഞാൻ പറയട്ടെ, നിങ്ങളൊരു വീട്ടിൽ വിശ്വാസത്തോടെ കാൽ വെച്ച് പ്രാർത്ഥിക്കുമെങ്കിൽ അതിന്റെ അന്തരീക്ഷങ്ങൾ മാറും. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ദൈവകുഞ്ഞേ, ഈ 2024 നമ്മൾ പഠിക്കുമ്പോൾ സ്തോത്രം, ഒരു കൂട്ടം പേര് പറഞ്ഞു, ഇതാ അനുഗ്രഹത്തിന്റെ പേമാരി എന്ന് പറഞ്ഞു. ഒരു കൂട്ടം പേര് പറഞ്ഞു, യഹോവേ സ്തോത്രം, നിന്റെ കുടുംബത്തിനകത്ത് അനുഗ്രഹത്തിന്റെ പെരുമഴ വരാൻ പോകുന്നു എന്ന് പറഞ്ഞു. സ്തോത്രം. ഒരു കൂട്ടം പേര് പറഞ്ഞു, നിന്റെ ദേശത്ത് ശൂന്യത വരാൻ പോകുന്നു. അവനെ കല്ലെറിയാൻ കല്ലെടുത്തു. നമ്മൾ പോകുന്ന ഏതിന്റെ പിന്നാലെയാ? ദൂതിന്റെ പിന്നാലെ അല്ല പോകേണ്ടത്, ദൂതന്റെ പിന്നാലെ പോണം. പ്രൈസ് ദി ലോർഡ്. ദൂതന്റെ പിന്നാലെ സഞ്ചരിച്ചു കഴിഞ്ഞാൽ ഒരു നിത്യതയുടെ തുറമുഖം നമ്മുടെ മുൻപിൽ സ്തോത്രം വലിച്ചു തുറന്നിട്ടിട്ടുണ്ട് ദൈവം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എന്നാൽ ഇന്ന് രാത്രിയിൽ ചില വേദാംശം നിങ്ങളുടെ മുമ്പിൽ കൊണ്ട് പരിചയപ്പെടുത്താൻ പോകുക. വായിച്ചോട്ടെ. ഹല്ലേലൂയ. യെഹെസ്കേൽ പ്രവാചകന്റെ പുസ്തകം 37-ാമത്തെ അധ്യായം അതിന്റെ 26-ാമത്തെ വാക്യത്തിലേക്ക് വരാം. യെഹെസ്കേൽ പ്രവാചകന്റെ പുസ്തകം 36-ാമത്തെ അധ്യായം അതിന്റെ 26-ാമത്തെ വാക്യം. ഞാൻ അവരോട് ഒരു സമാധാന നിയമം ചെയ്യും, അതവർക്ക് ഒരു ശാശ്വത നിയമമായിരിക്കും. ഞാൻ അവരെ ഉറപ്പിച്ചു പെരുക്കി അവരുടെ നടുവിൽ എന്റെ വിശുദ്ധ മന്ദിരത്തെ സദാകാലത്തേക്കും സ്ഥാപിക്കും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഒരു ദിവസത്തേക്ക് മാത്രമല്ല കേട്ടോ, ദൈവം എന്തെങ്കിലും ചെയ്താൽ അത് പെർമനന്റ് ആയിട്ടാ. ദൈവം നിന്നെ നിയമിച്ചാൽ അത് സ്ഥിര നിയമനമാണ്. ഗവൺമെന്റിൽ നിയമനം 60 വയസ്സ് കഴിയുമ്പോൾ അവരെ പിരിച്ചുവിടും. പക്ഷെ ദൈവം ഒരു മനുഷ്യനെ നിയമിച്ചു കഴിഞ്ഞാൽ അവിടെ 60 അല്ല, 110 അല്ല, 600 അല്ല, 900 അല്ല. പാസ്റ്റേ 900 വയസ്സ് വരെ ജീവിച്ചവരുണ്ടോ?
ആമേ. 69 വരെയുള്ളവരുണ്ട്. എത്ര ആന്റി? 969 വയസ്സ്. ആ ശബ്ദമാണ് എനിക്ക് വേണ്ടത്. ആ ശബ്ദമാണ് എനിക്ക് വേണ്ടത്. കേവലം 30 വയസ്സിൽ ഒതുങ്ങിത്തീരേണ്ട ജീവിതമല്ല, കേവലം 60 വയസ്സ് വരെ ഒതുങ്ങിത്തീരേണ്ട ജീവിതമല്ല. നമ്മുടെ കർത്താവ് നമുക്ക് തന്നിരിക്കുന്നത് ലോങ് ലൈഫാ. പിന്നെ എന്താ ഇടയ്ക്ക് വെച്ച് തീർന്നു പോകുന്നത്? ഒന്നാമത്തെ കാര്യം അസൂയ, രണ്ടാമത്തത് കുശുമ്പ്, ഇത് രണ്ടും ഉണ്ടെങ്കിൽ ആയുസ്സിന് ദീർഘം കുറയും. നമ്മേക്കാൾ ഒരാൾ കൃപയിൽ മുമ്പിലോട്ട് വന്നു കഴിഞ്ഞാൽ എന്താ അവനൊരു കൃപ? ഇന്ന് രാത്രി ഏദൻ തോട്ടത്തിനകത്ത് മുള്ളും പറക്കാരെയും മുളയ്ക്കാനുള്ള കാര്യം കൽപ്പന ലംഘിച്ച സമയത്ത് മുള്ളിന്റെ സ്വഭാവം കാണിച്ചു, പാമ്പിന്റെ സ്വഭാവം കാണിച്ചു, സിംഹത്തിന്റെ സ്വഭാവം കാണിച്ചു, മുള്ളംപന്നിയുടെ സ്വഭാവം കാണിച്ചു. മനുഷ്യൻ രോഗികളായിത്തീരുന്നു. എന്താ കാര്യം? ഇതാ നോക്കിയ 965 വയസ്സ് വരെ ജീവിച്ചിരുന്നവരുണ്ട്. ഇന്നത്തെ ജീവിതം 40 വയസ്സ് കഴിഞ്ഞാൽ നിത്യരോഗി. എന്തിനേറെ പ്രാർത്ഥനയില്ല. പ്രൈസ് ദി ലോർഡ്. ദൈവദാസനെ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. എനിക്ക് ഉപജീവന വഴിക്ക് പോകാൻ ഒരു സ്തോത്ര സാധ്യതയുമില്ല. എൻ്റെ ശരീരം അതിനെ അനുവദിക്കുന്നില്ല. ഞാൻ രോഗിയാണ്. അഭിഷേകത്തിന് എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഓക്കെ, പ്രാർത്ഥിക്കും. പ്രാർത്ഥിച്ചവരെ അനുഗ്രഹിക്കും. അനുഗ്രഹിച്ച ദിവസം കഴിയുമ്പോൾ ദൈവം അവർക്ക് വേണ്ടി വഴികൾ തുറക്കും. ദൈവം അവർക്ക് വേണ്ടി വൻമേടുകൾ തുറക്കും. ഇന്ന് രാത്രി മറന്നു പോകരുത്. അഭിഷേക് നിന്റെ വീട്ടിൽ അഭിഷേകത്തിന് കാൽ ചവിട്ടിയാൽ അതിനകത്ത് ഒരു ദൈവപ്രവൃത്തി വെളിപ്പെടും. പ്രൈസ് ദി ലോർഡ്. ഇന്ന് രാത്രി സ്തോത്രം. ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു, ഒരു ജനതയുണ്ടായിരുന്നു. ഒരു ജനതയുടെ നടുവിൽ അന്ന് സ്തോത്രം ജീവിച്ചിരുന്ന ഹാനോക്ക് 630 വർഷമെങ്കിൽ ഹാനോക്കിന്റെ മകൻ പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ അവൻ ജീവിച്ചിരുന്നത് 960 വർഷം. സ്തോത്രം പറ. അപ്പനേക്കാൾ മകൻ ജീവിച്ചിരുന്നു. ആയുസ് ദീർഘമാക്കി. കാര്യം എന്തെന്നറിയാമോ? ഹല്ലേലൂയ. എന്തെന്നറിയാമോ കാര്യം? അപ്പൻ ദൈവസന്നിധിയിൽ വിശ്വസ്തനായി നടന്നതുകൊണ്ട് തൻ്റെ തലമുറയുടെ ആയുസ്സിനെ ദീർഘമാക്കിയ ഒരു ദൈവമുണ്ടായിരുന്നു. ഇന്ന് രാത്രി ദൈവകുഞ്ഞെ, നിങ്ങൾ കാണിക്കുന്ന കർത്താവിനോട് കാണിക്കുന്ന സേവനമുണ്ടല്ലോ, അതിനകത്തൊരു ദൈവപ്രവൃത്തി വെളിപ്പെടണമെങ്കിൽ ആയുസ്സിനെ ദീർഘമാക്കുന്ന, ആയുസ്സിനെ ലോങ് ആക്കി തരുന്ന ഒരു ദൈവം ഇന്ന് രാത്രിയിൽ നമ്മുടെ നടുവിലുണ്ട്. പ്രൈസ് ദി ലോർഡ്. കഴിഞ്ഞ ദിവസം സോഷ്യൽ മീഡിയയിൽ ഞാൻ ഒരു അപ്പച്ചനെ കണ്ടു. അദ്ദേഹത്തിന്റെ പ്രായമെന്ന് പറയുന്നത് സ്തോത്രം 1530 വയസ്സ്. ഇന്നും അദ്ദേഹത്തിന് ബാബ എന്നാ വിളിക്കുന്നത്. ഇന്നും അദ്ദേഹം ജീവിച്ചിരിപ്പുണ്ട്. ഹല്ലേലൂയ. അദ്ദേഹത്തിന്റെ കാൽപാദത്തിൽ വന്നിക്കുന്ന ഒരു കൂട്ടം ജനമുണ്ട്. ഹല്ലേലൂയ. ലോകത്തിലെ ഏറ്റവും വലിയ പ്രായം കൂടിയ ഒരു മനുഷ്യനെന്ന് സ്തോത്രം ലോക റെക്കോർഡ് നേടിയ ഒരു മനുഷ്യൻ. സ്തോത്രം. ഹല്ലേലൂയ. ഞാൻ പറയട്ടെ, ഇന്ന് രാത്രിയിൽ മനുഷ്യനെ അവന്റെ ആയുസ്സിനെ ദീർഘമാക്കുന്നുവെങ്കിൽ ഹൃദയം ഞാൻ നിങ്ങളുടെ ജഡത്തിൽ നിന്ന് സ്തോത്രം പ്രൈസ് ദി ലോർഡ് എന്ത് ചെയ്യുന്നു? നീക്കി മാംസമുള്ള ഹൃദയം നിങ്ങൾക്ക് തരും. ഏത് ഹൃദയമാണ് തരാൻ പോകുന്നത്? മാംസമുള്ള ഹൃദയം. ഏത് ഹൃദയം നീക്കാൻ പോകുന്നു? കല്ല് പോലുള്ള ഹൃദയം നീക്കാൻ പോകുന്നു. പ്രൈസ് ദി ലോർഡ്. ഇപ്പൊ ആ പാട്ട് കേൾക്കാനില്ല. പണ്ടൊക്കെ പാട്ട് പാടുമായിരുന്നു. ഏതാ പാട്ടറിയാം? നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയാമോ? കല്ല് പോലുള്ള എല്ലാ ഉള്ളങ്ങളെയും, കല്ല് പോലുള്ള എല്ലാ ഉള്ളങ്ങളെയും ഇന്നും എഴുകൂ പോൽ ഉരുക്കേണമേ. അല്ലേ? ആമേൻ. എന്നാൽ യെഹെസ്കേൽ പറയുന്നു, ഈ ഹൃദയത്തെ ഞാൻ മാറ്റും. ഈ ഹൃദയത്തെ മാറ്റിയിട്ട് ഞാൻ കല്ല് പോലത്തെ ഹൃദയത്തെ മാറ്റിയിട്ട് ഒരു മാംസമായ ഒരു ഹൃദയത്തെ നിങ്ങളുടെ ഉള്ളിൽ തരും. പ്രൈസ് ദി ലോർഡ്. ഒരു മാംസമായ ഹൃദയം എന്ന് പറയുമ്പോൾ പ്രൈസ് ദി ലോർഡ് വളരെ സോഫ്റ്റാ. ഹൃദയത്തിന്റെ വെയിറ്റ് എന്ന് പറയുന്നത് വലിയ വെയിറ്റ് ഒന്നും ഇല്ല കേട്ടോ. 350 ഗ്രാമേ ഉള്ളൂ ഹൃദയത്തിന്റെ വെയിറ്റ്.
തലച്ചോറിന്റെ വെയിറ്റ് 1.25 കിലോ. പ്രൈസ് ദി ലോർഡ്. തലച്ചോറ് 1.25, തലയോട്ടിയെല്ലാം കൂടെ ചേർത്ത് 1.5 കിലോ. 1.5 കിലോയുള്ള തലച്ചോറും തലയോട്ടിയും കൂടെ ചേർത്ത് നോക്കുമ്പോൾ ഇതിന്റെ മേൽ വയ്ക്കുന്ന ഭാരം 1.5 കിലോ ആണോ? എന്തെല്ലാം ഭാരം! പ്രൈസ് ദി ലോർഡ്. ഏതെല്ലാം ഭാരം ഒരു മനുഷ്യന്റെ തലയ്ക്കകത്തിരിക്കുന്നു. ഹല്ലേലൂയ, ആമേൻ. ഒരു സഹോദരൻ ഒരു പ്രാവശ്യം ചിന്തിക്കുമ്പോൾ സഹോദരി 50 പ്രാവശ്യം ചിന്തിക്കും. ആമേൻ, ഹല്ലേലൂയ. അതുകൊണ്ടല്ലേ പലപ്പോഴും ആമേൻ സ്തോത്രം ചിന്തകൾ ചിന്തയുടെ അകത്തളങ്ങളിലേക്ക് മനുഷ്യൻ നിൽക്കുവാൻ കഴിയാതെ, അതിനപ്പുറത്ത് പ്രാർത്ഥനയില്ലാതെ, ആരാധനയില്ലാതെ, ഉപവാസമില്ലാതെ, കണ്ണുനീരില്ലാതെ, ആത്മദവനമില്ലാതെ മുൻപിലോട്ട് പോകുന്ന ഒരു ജനതയെ നമുക്ക് കാണാൻ കഴിയുന്നു. പക്ഷെ ഇവിടെ യോവേൽ പറയുകയാണ്, നിങ്ങൾ എന്ത് ചെയ്യണമെന്നറിയാമോ? നിങ്ങൾ കരച്ചിലോടെ എൻ്റെ അടുത്ത് വരണം. തീർന്നില്ല കേട്ടോ. 2-ാമത്തെ അധ്യായത്തിന്റെ 13-ാമത്തെ വാക്യം ഒന്ന് വായിച്ചേ. യോവേൽ 2:13. അവിടെ എന്താ യോവേൽ വായിച്ചത്? ഒന്ന് വായിച്ചേ. 2:13. വസ്ത്രങ്ങളെ അല്ല, ഹൃദയങ്ങളെ തന്നെ കീറി നിങ്ങളുടെ ദൈവമായ യഹോവയുടെ അടുക്കിലേക്ക് തിരുവിൻ. അവൻ കൃപയും കരുണയും ദീർഘക്ഷമയും മഹാദയയും ഉള്ളവൻ അല്ലോ. അവൻ അനർത്ഥത്തെ കുറിച്ച് അനുതപിക്കും. പ്രൈസ് ദി ലോർഡ്. അനർത്ഥത്തെ കുറിച്ച് അനുതപിക്കുന്ന ഒരു ദൈവം പറയുന്നു, വസ്ത്രങ്ങളെ അല്ലെന്നേ. അച്ഛാ, വസ്ത്രങ്ങളെ അല്ല കീറേണ്ടേ. പിന്നെ എന്താ കീറേണ്ടേ? ഹൃദയങ്ങളെ കീറണം. അതെങ്ങനെയാ കീറേണ്ടേ? വചനം കൊണ്ട് വെട്ടിയാ കണ്ണുനീര് വരും, വാള് കൊണ്ട് വെട്ടിയാ രക്തം വരും. അപ്പൊ എന്തുകൊണ്ട് വെട്ടണം? വചനമാകുന്ന ഇരുവായ്ത്തലയുള്ള വാളുകൊണ്ട് ഹൃദയത്തെ ഒന്ന് മുറിക്കണം. ഹൃദയത്തെ ഒന്ന് മുറിച്ചു കഴിഞ്ഞാൽ 2024 തീരാൻ ചില മണിക്കൂറുകൾ മാത്രം ബാക്കി നിൽക്കെ ഇതിനകത്ത് നിങ്ങളുടെ സാക്ഷ്യം പറയാൻ പറഞ്ഞാൽ 100 സാക്ഷ്യം നിങ്ങൾക്ക് പറയാനുണ്ട്. ദൈവം വിടുവിച്ച വിധങ്ങളെ ഓർത്തുന്ന രാത്രി സ്തോത്രം പറയുന്ന എത്ര പേര് ഇതിനകത്ത് ഇരിപ്പുണ്ട്. അവരെ നോക്കി സ്വർഗം പറയുന്നു, ആമേ, വസ്ത്രങ്ങളെ അല്ല കീറേണ്ടത്, ഹൃദയങ്ങളെ തന്നെ കീറണം. ദൈവത്തിന്റെ മുമ്പിൽ ഒന്ന് ഹൃദയങ്ങളെ ഒരുക്കി വെച്ചു കൊടുത്താട്ടെ. കർത്താവിന് പ്രവർത്തിപ്പാൻ ഇന്ന് രാത്രി ഇതിനകത്തിരിക്കുന്ന വ്യക്തികളോട് ദൈവാത്മ പറയുന്നു, ഒന്ന് ഏൽപ്പിച്ചു കൊടുത്താൽ പ്രവർത്തിപ്പാൻ ശക്തനായ ഒരു ദൈവം ഇതിനകത്ത് ഇറങ്ങി വന്നിട്ടുണ്ട്. ഹല്ലേലൂയ. അതാ ഇവിടെ യോവേൽ പ്രവാചകന്റെ പുസ്തകം പറയുന്നത്. ആമേൻ. അതിൻ്റെ ശേഷമോ ഞാൻ സകല ജഡത്തിൻ്റെ മേലും എൻ്റെ ആത്മാവിനെ പകരും. പ്രൈസ് ദി ലോർഡ്. ഇതിനകത്ത് എത്ര പേര് അഭിഷേകം പ്രാപിച്ചിരിപ്പുണ്ട്. ആമേൻ, സ്തോത്രം. നമ്മളുടെ കല്യാണ വീട്ടിലൊക്കെ പോയാലേ എത്രത്തോളം ഫ്രണ്ടിൽ പോയി ഇരിക്കാൻ പറ്റുമോ അത്രത്തോളം ഫ്രണ്ടിൽ പോയിരിക്കും. എന്നറിയാമോ? നമ്മുടെ സാരിയുടെ പ്ലീറ്റ് കാണണം, അതിൻ്റെ ബോർഡർ കാണണം, നമ്മൾ ഇട്ടിരിക്കുന്ന പൗഡർ കാണണം, കണ്ണിൻ്റെ പുരിയത്തിൻ്റെ സൈഡിൽ കൺപോളയിൽ വരച്ചിരിക്കുന്ന മേക്കപ്പ് കാണണം. നമ്മൾ ഏറ്റവും ഫ്രണ്ടിൽ പോയിരിക്കും. മുഖാമുഖം കണ്ട് ആദ്യം എന്നെ എല്ലാവരും കാണണം, വീഡിയോയിൽ എന്നെ കാണണം. സ്തോത്രം പറഞ്ഞില്ലല്ലോ. പ്രൈസ് ദി ലോർഡ്. കഴിഞ്ഞ ഒരു മീറ്റിംഗ് ഞാൻ പോയപ്പോ ആമേൻ ഫ്രണ്ടിൽ വന്നിരിക്കുക. ഫ്രണ്ടിൽ എന്നെ എല്ലാവരും കാണണം, വീഡിയോ എവിടെ എടുത്താലും എന്നെ കാണണം. സ്തോത്രം. എന്നാൽ ഇന്ന് രാത്രി ഇതിനകത്ത് എത്ര പേർക്ക് പറയാൻ കഴിയും, ഹല്ലേലൂയ, ഞാൻ ഇരിക്കുന്ന ദൈവസന്നിധിയിലാണ്, എന്നെ കാണുന്നൊരു സ്വർഗമുണ്ട്. ആമേൻ, സ്തോത്രം. എവിടെ ഇരുന്നാലും, എന്തിട്ടാലും, എന്ത് തേച്ചാലും, എന്തുടുത്താലും ഹൃദയത്തിന്റെ തലങ്ങളിൽ ഒരു ദൈവപ്രവർത്തി ഇന്ന് രാത്രി വെളിപ്പെടുവാൻ തയ്യാറാണെങ്കിൽ ദൈവപൈതലെ ഏൽപ്പിച്ചു കൊടുക്കുക. ഒരു ദൈവപ്രവർത്തിക്കായി ഇന്ന് രാത്രി ചിലരുടെ ശബ്ദം പ്രവചന ശബ്ദമായി ഉയരുന്ന നാളുകൾ വിദൂരമല്ല. നിങ്ങൾ ഇതിനകത്ത് കയറുമ്പോൾ പ്രാർത്ഥിച്ചു കൊടുക്കുക, കർത്താവേ, ഇന്ന് രാത്രി എൻ്റെ മേൽ നിന്റെ ആത്മാവിനെ പകരണമേ. പ്രൈസ് ദി ലോർഡ്. നിന്റെ മേൽ എൻ്റെ ആത്മാവിനെ പകരണമേ. നിന്റെ ആത്മാവ് എൻ്റെ മേൽ പകരണമേ കർത്താവേ. നിന്റെ ആത്മാവ്, അതല്ലേ പറഞ്ഞ, സകല ജഡത്തിൻ്റെ മേലും എൻ്റെ ആത്മാവിനെ ഞാൻ പകരും. അടുത്ത് പറയുന്നത് എങ്ങനെയാണ്? നിങ്ങളുടെ പുത്രിമാരും പുത്രന്മാരും എന്ത് ചെയ്യും? പ്രവചിക്കും. എന്താ പ്രവചിക്കും? എന്ത് പ്രവചിക്കും? കാലഘട്ടങ്ങൾക്ക് മുമ്പേ, ഇന്നേക്ക് 1000 വർഷം മുൻപേ ഉള്ള കാര്യങ്ങൾ പ്രവചിക്കും. സ്തോത്രം. സൂര്യന്റെ ഇളക്കം തട്ടുന്നത് പ്രവചിക്കും. ആമേൻ, സ്തോത്രം.
ഒന്നാമത്തെ അധ്യായം നമ്മൾ പഠിക്കുമ്പോൾ, യോവേൽ പ്രവാചകന്റെ പുസ്തകം ഒന്നാമത്തെ അധ്യായം നമ്മൾ വായിക്കുമ്പോൾ അതിനകത്ത് നമുക്ക് കാണാൻ കഴിയുന്നത് ആമേൻ ആമേൻ പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ. അതിൻ്റെ പ്രൈസ് ദി ലോർഡ് 11-ാമത്തെ വാക്യം ഒന്ന് വായിച്ചേ. 1:11. 1:11 വായിച്ചേ. മുന്തിരിത്തോട്ടക്കാരെ കോതമ്പിനെയും യവത്തെയും ചൊല്ലി മുറയിടുവിൻ, വയലിലെ വിളവ് നശിച്ചു പോയല്ലോ. ചിലത് നശിച്ചു കിടക്കുക. ഈ നശിച്ചു കിടക്കുന്ന ചിലതിനെ പുറത്തു കൊണ്ടുവരുവാൻ വേണ്ടിയാണ് പ്രവാചകനായിരിക്കുന്ന യോവേലിന്റെ അതരത്തിൽ ദൈവം പ്രവചന ശബ്ദം കൊടുത്തത്. സ്തോത്രം. ഇതിനകത്തിരിക്കുന്ന നിങ്ങൾ പ്രവചന ശബ്ദത്തിൽ പ്രവചിക്കുന്നത് കേൾക്കുന്നത് മനുഷ്യനായിരിക്കത്തില്ല, അത് ദൈവമാണ്. ദൈവത്തിന്റെ വാർത്തയാണ് നമ്മൾ പ്രവചിക്കുന്നത്. സ്തോത്രം. ഈ ദൈവശബ്ദം നമ്മുടെ നാവിൽ നിന്ന് പുറത്തു വരപ്പെടുമ്പോൾ ഹല്ലേലൂയ ആമേൻ. 2-ാമത്തെ അധ്യായത്തിന്റെ 25-ാമത്തെ വാക്യത്തിലേക്ക് നമ്മൾ വരുമ്പോൾ അതിനകത്തൊരു ദൂത് ആമേൻ തൻ്റെ ഭക്തനായിരിക്കുന്ന യോവേൽ പ്രവാചകൻ വിളിച്ചു പറയുന്നത് നേരത്തെ ഞാൻ പറഞ്ഞത് തന്നെയാണ്. 4 തലങ്ങൾ. ഒന്ന് വായിക്കാം. 2:25. ഞാൻ നിങ്ങളുടെ ഇടയിൽ അയച്ചിരിക്കുന്ന എന്റെ മഹാസൈന്യമായ വെട്ടുക്കിളിയും വിട്ടിലും തുള്ളനും പച്ചപ്പുഴുവും തിന്നുകളഞ്ഞ സംവത്സരങ്ങൾക്ക് വേണ്ടി ഞാൻ നിങ്ങൾക്ക് പകരം നൽകും. പ്രൈസ് ദി ലോർഡ്. ഇപ്പൊ മനസ്സിലായോ? ആമേൻ. ആരാ അയച്ചത്? ഇത് ഈ വെട്ടിക്കിളി അയച്ചത് ആരെന്നറിയാമോ? യഹോവയായ ദൈവം തന്നെ. ഞാൻ നിങ്ങളുടെ ഇടയിൽ. ഹല്ലേലൂയ. ചില കഷ്ടതകൾ, ചില ഞെരുക്കങ്ങളൊക്കെ വരുമ്പോഴേ വേറെ ആരും അയച്ചതല്ല. അപ്പുറത്തെ വ്യക്തി ആമേൻ മുട്ടുമേയിരുന്ന് മന്ത്രവാദം ജപിച്ചതൊന്നും അല്ല കേട്ടോ. അങ്ങനെ പറയണ്ട. ഇത് ദൈവം ചിലത് അയക്കുന്നതാ. സ്തോത്രം. എന്താ പറഞ്ഞ? ഞാൻ നിങ്ങളുടെ ഇടയിൽ അയച്ചിരിക്കുന്ന എൻ്റെ മഹാസൈന്യമായ വെട്ടിക്കിളിയും. സ്തോത്രം പറ. അപ്പൊ ദൈവത്തിന് വെട്ടിക്കിളിയെ അയച്ച് ചിലത് ചെയ്യാൻ കഴിയും. മഹാസൈന്യമായി വെട്ടിക്കിളി ഇറങ്ങി. വെട്ടിക്കിളി കണ്ടിട്ടുണ്ടോ? ചെറിയ സാധനം. അത് കൂടുതലും മരുഭൂമിയിലാണ് നിൽക്കുന്നത്. കൂടുതലും മരുഭൂമിക്കകത്താ. ചെറിയ സാധനമാണ്. പക്ഷെ അത് കൂട്ടമായിട്ട് ഒരു നിലത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ ചില മിനിറ്റ് കഴിയുമ്പോൾ ഒരൊറ്റ വിളവ് പോലും കാണത്തില്ല. എല്ലാം വെട്ടിത്തള്ളും. ഒരു JCB-യേക്കാൾ ആമേൻ ശക്തമായി പ്രതികരിക്കുന്ന ഒരു സാധനമാണ് വെട്ടിക്കിളി. പക്ഷെ ഈ വെട്ടിക്കിളിയെ അയച്ചത് ദൈവമാണ്. അത് ജനത്തിന്റെ ഇടയിൽ നടക്കുന്ന ഭിന്നതകളെ മാറ്റുവാൻ വേണ്ടി, ഒന്നുകൂടെ അവർ ദൈവത്തെ അറിയുവാൻ വേണ്ടി, അവരുടെ ജീവിതത്തിനകത്ത് ഒരു വലിയ അത്ഭുതം ആമേൻ പ്രവർത്തിക്കുവാൻ വേണ്ടി ഒരു വെട്ടിക്കിളിയെ ദൈവം അയക്കുക. ഒരു സൈന്യമായിട്ട് അയച്ച. സൈന്യമായിട്ട്. സ്വതം ആമേൻ. അത് 1 2 അല്ല വന്നേ, ഭയങ്കര ഒരു സൈന്യമായിട്ട്. പ്രാർത്ഥിച്ചോ? ആമേൻ. ഞാനിങ്ങനെ പ്രാർത്ഥിക്കാറ്, ദൈവമേ അശൂർ പാളയത്തിൽ ഒരു ദൂതൻ ഇറങ്ങി 1,85,000 പേരെ വെട്ടിമാറ്റി. കേസോ വഴക്കോ വല്ല ഉണ്ടോ? ഒന്നുമില്ല. നീ പ്രാർത്ഥിച്ചാൽ ചില വെട്ടിക്കിളികളെ തമ്പുരായി ഒരു സൈന്യമായിട്ട് അയക്കും. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. യെശയ്യാപ്രവാചകൻ പറയുന്നു, അശൂരിൽ നിന്ന് ഞാൻ ഒരു കൂട്ടം കടന്തലുകളെ ഞാൻ പുറത്തു കൊണ്ടുവരും. തമ്പുരാൻ കടന്തലുകളെ ഇറക്കി യുദ്ധം ചെയ്തിട്ടുണ്ട്. പഴയ നിയമം പഠിക്കുമ്പോൾ മോശയുടെ കാലഘട്ടത്തില് തവളയെ ഇറക്കി ദൈവം യുദ്ധം ചെയ്തു. പേനിനെ ഇറക്കി ദൈവം യുദ്ധം ചെയ്തു. അപ്പൊ തമ്പുരാന് എന്തിനെ വിടണം, ഏതൊക്കെ കാലഘട്ടങ്ങളിൽ എന്തിന് ഏത് തലത്തിൽ അയക്കണമെന്ന് ദൈവത്തിനറിയാം. ഈ ദിവസങ്ങളിൽ ദൈവകുഞ്ഞെ നമ്മുടെ പ്രാർത്ഥന വളരെ ശക്തമായി പുറത്തു വരണം. ഈ കാലഘട്ടങ്ങളിൽ നിങ്ങളുടെ ശബ്ദമാണ് ദൈവത്തിന് ആവശ്യം. നിങ്ങളുടെ ശബ്ദമാണ് ദൈവത്തിന് ആവശ്യം. ഇന്ന് രാത്രി ഈ ശബ്ദം കേൾക്കുന്ന ദൈവകുഞ്ഞെ, ദൈവത്തിന് ആമേൻ ഒരു കാര്യവും അസാധ്യമായിട്ടുള്ളതല്ല. എന്ത് കർത്താവിന് വേണമെന്നുണ്ടെങ്കിൽ ഒരു കൂട്ടം ദൂതന്മാരെ അവിടെ ഇറക്കാല്ലേ വെട്ടിക്കിളിക്ക് പകരം? ഇല്ല. വലിയ കപ്പൽ നയിക്കുന്നത് ഒരു ചെറിയ ചുക്കാൻ കൊണ്ടാണെങ്കിൽ തമ്പുരാൻ ഇന്ന് രാത്രി ചിലരോട് സംസാരിപ്പാനുണ്ട്. നശിപ്പിച്ച് വെട്ടി നശിപ്പിച്ചിട്ടത് ദൈവം അറിയാതെ വന്നതല്ല.
ദൈവം അറിഞ്ഞിട്ട് വന്നതാ. മുഴങ്കാൽ പിടിക്ക്. ആരെ മുഴങ്കാല്? ഞാൻ പറയട്ടെ, യാക്കോബിന് ദൈവം എല്ലാം കൊടുത്തില്ലേ? എല്ലാം കൊടുത്തു. യാക്കോബിന് സകലതും കൊടുത്തു. ആമേൻ. വെള്ളി, സ്വർണം, ആടുമാടുകൾ, ഒട്ടകം, കഴുത, ആമേൻ, സ്തോത്രം, ആമേൻ, ഹല്ലേലൂയ, ആടുമാടുകൾ, മൃഗസമ്പത്തുകൾ സകലത്തെയും ദൈവം കൊടുത്തു. ദാസന്മാരെ, തലമുറകളെ എല്ലാം ദൈവം കൊടുത്തു. പക്ഷേ അവനറിയാം, ഞാൻ ഈ നദി കടന്ന് അപ്പുറത്ത് പോകുമ്പോൾ എന്നെ കൊല്ലാൻ നിൽക്കുന്ന എൻ്റെ ജ്യേഷ്ഠനായ ഏശാവിൻ്റെ അടുത്ത് ഞാൻ പോകണമെങ്കിൽ ഇതുവരെ ഞാൻ പ്രാപിച്ചതോ ഈ പൊന്നോ വെള്ളിയോ സ്വത്തുക്കളോ ഒന്നും എന്നെ വിടുവിക്കത്തില്ല, എന്നെ രക്ഷിക്കത്തില്ല. പക്ഷെ എനിക്കിന്ന് ഒരുത്തനുമായി മൽപ്പിടുത്തം നടത്തണം. അവന്റെ പേരാണ് യഹോവയായ ദൈവത്തിന്റെ ദൂതനുമായി യാക്കോബ് മൽപ്പിടുത്തം നടത്തി. ലിറ്റി മൽപ്പിടുത്തം നടത്തിക്കോ. സമയമായി. പുതിയ വർഷം നീ മൽപ്പിടുത്തം പിടിച്ച് സ്തോത്രം നീ കയറുമെങ്കിൽ തമ്പുരാൻ നീ ഈ നാളുകളിൽ നീ പ്രാർത്ഥിക്കുന്ന വിഷയത്തിന് മറുപടി തരും. പക്ഷെ നീ ഒരു കാര്യം ചെയ്യണം. ഹല്ലേലൂയ. മറ്റൊന്നിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കാതെ ദൈവത്തിന്റെ ശബ്ദത്തിനായി നീ ശ്രദ്ധ കേന്ദ്രീകരിച്ച് ദൈവവും ദൂതനുമായി നീ മൽപ്പിടുത്തം നടത്തുമെങ്കിൽ മറുകര നിൽക്കുന്ന എത്ര ശത്രുവാണെങ്കിലും കെട്ടിപ്പിടിച്ച് നിന്നെ മുദ്രമോതിരം അണിയിച്ച് ഭവനത്തിലേക്ക് ഉത്സവം ആചരിപ്പേണ്ട സമയം അടുത്തു വരുന്നു. ഒരാഘോഷത്തിന്റെയും ഉത്സവത്തിന്റെയും ദിനം നിന്റെ കുടുംബത്തിൽ ഒരുങ്ങാൻ പോകുന്നു എന്ന് സ്വർഗത്തിൽ ദൈവം ദൂത് വിളിച്ചു പറയുകയാണ്. ഹല്ലേലൂയ. യാക്കോബ് മറുകര ചെന്നപ്പോൾ അവിടെ എന്തെന്നറിയാമോ? എന്താ? യാക്കോബ് എന്ന പേര് കൊണ്ടല്ല അവൻ മറുകര പോയത്. അവന്റെ പേര് ഇസ്രായേലാക്കി. അവന്റെ ഇസ്രായേലാക്കി മറുകര എത്തിച്ചപ്പോഴേ തൻ്റെ അപ്പൻ വന്ന് കെട്ടിപ്പിടിച്ച് തടിച്ച കാളക്കുട്ടികളെ അറുത്ത് അവിടെ ഉത്സവം ആചരിച്ചെങ്കിൽ എന്തെന്നറിയാമോ? സ്വന്തം മകൻ അവിടെ ഇരിക്കുമ്പോൾ തന്നെ അവന് വേണ്ടി അത്ഭുതങ്ങളെ ചെയ്ത ഒരു ദൈവം ഇന്ന് രാത്രിയിൽ വിളിച്ചു പറയുന്നു, നിന്റെ പേരിനെ മാറ്റി മറുകര കൊണ്ടുപോയി പിതാക്കന്മാരുടെ നടുവില് സഹോദരങ്ങളുടെ നടുവില് നിന്നെ മാനിക്കുന്ന ഒരു സ്വർഗം ഇന്ന് രാത്രി വിളിച്ചു പറയുന്നു. നീ പ്രാർത്ഥിച്ചോ. ആമേൻ. പ്രൈസ് ദി ലോർഡ്. വസ്ത്രങ്ങളെ അല്ല, ഹൃദയങ്ങളെ കീറി പ്രാർത്ഥിച്ചോ. മറുകരയിൽ നിനക്ക് വേണ്ടി ഒരു മുദ്രമോതിരം ഒരുങ്ങിയിരിപ്പുണ്ട്. ഹല്ലേലൂയ. അത് നല്ലവണ്ണം യാക്കോബിനറിയാം. ഒരു ദൂത് കയറി പറഞ്ഞതേ ഉള്ളൂ കേട്ടോ, എന്നാൽ മടങ്ങി വരാൻ പോകുകയാ. ഇവിടെ പറയുന്നത് വെട്ടിക്കിളിയും തുള്ളനും പച്ചപ്പുഴുവും തിന്നുകളഞ്ഞ സംവത്സരങ്ങൾക്ക് വേണ്ടി ഞാൻ നിങ്ങൾക്ക് പകരം നൽകും. പറഞ്ഞത് ദൈവം. അത് പോട്ടെ, പക്ഷെ ആ സംവത്സരങ്ങൾ മടക്കി ഞാൻ തരും. നഷ്ടപ്പെട്ടതിനെ മടക്കിത്തരുന്ന ഒരു ദൈവം ഇന്ന് രാത്രി ഇതിനകത്തിരിപ്പൊന്ന്. ദൈവത്തിൻ്റെ പൈതലെ, നിനക്ക് വേണ്ടി നഷ്ടപ്പെട്ടു പോയതിനെ മടക്കിത്തരുന്ന, നീ പോലും അറിയാതെ പലതും നഷ്ടപ്പെട്ടു പോയി. തുള്ളൻ വെട്ടിക്കളയട്ടെ. പച്ചപ്പുഴു തിന്നുകളയട്ടെ. വെട്ടിക്കിളി നശിപ്പിച്ച് കളയട്ടെ. പക്ഷെ ദൈവം പറയുന്നു, അതിനൊക്കെ തിന്ന് നശിപ്പിച്ച ആ നാളുകൾ തിരിച്ചു മടക്കി ഇരട്ടിയായി നിനക്ക് തരുന്നൊരു സുദിനമുണ്ട്. പക്ഷെ ഒരു കാര്യം ചെയ്യണം, ഹൃദയങ്ങളെ കീറി പ്രാർത്ഥിക്കാൻ തയ്യാറാക്. പലതും നിന്റെ മുമ്പിൽ തുറന്നു വരുന്ന നാഴിക വിദൂരമല്ല. ഹല്ലേലൂയ. ഇന്ന് പകലിൽ പരിശുദ്ധാത്മാവ് അങ്ങനെ തന്നെ ആലോചന കൈമാറുക. വായിക്കാം. സങ്കീർത്തനങ്ങളുടെ പുസ്തകം 145 സങ്കീർത്തനം, അതിൻ്റെ 18 വാക്യം. വായിക്കാം. 145 18 വാക്യം. യഹോവ തന്നെ വിളിച്ചപേക്ഷിക്കുന്ന ഏവർക്കും, സത്യമായി തന്നെ വിളിച്ചപേക്ഷിക്കുന്ന ഏവർക്കും സമീപസ്ഥനാകുന്നു. പ്രൈസ് ദി ലോർഡ്. യഹോവ തന്നെ വിളിച്ചപേക്ഷിക്കുന്ന, ദൈവത്തെ വിളിച്ചപേക്ഷിക്കുന്ന ഏവർക്കും. എന്ത് അനുഗ്രഹിക്കപ്പെട്ട ദൂതല്ലേ. പ്രൈസ് ദി ലോർഡ്. തന്നെ വിളിച്ചപേക്ഷിക്കുക. നിങ്ങൾ എഴുതിയെടുത്തോ. വിളിച്ചപേക്ഷിക്കുന്ന ജനത്തിനു വേണ്ടി ദൈവം തുറന്നു കൊടുത്ത വഴികൾ 1 2 വഴികളല്ല ദൈവം തുറന്നത്. ആർക്കെല്ലാം ദൈവം വഴികൾ തുറന്നിട്ടുണ്ടോ അതിൻ്റെ പിൻപിൽ ഒരു ദൈവപ്രവൃത്തി വെളിപ്പെട്ടിട്ടുണ്ട്. അതിൻ്റെ മുമ്പിൽ കരച്ചിലും കണ്ണുനീരുകളും നിലവിളികളും ഉയർന്നിട്ടുണ്ട്. സങ്കീർത്തനം 73:13, 74 13 14 വായിക്കപ്പെടുമ്പോൾ ദൈവം അവർക്ക് വേണ്ടി തുറന്നു. എങ്ങനെ? വിളിച്ചവൻ, പ്രാർത്ഥിച്ചവൻ, മുഴങ്കാൽ മടക്കിയവൻ, സ്തോത്രത്തോടെ അടുത്തു വന്നവൻ,
ദൈവസന്നിധിയിൽ ആമേൻ പ്രാർത്ഥനയിൽ ജാഗരിച്ചവൻ, അവൻ വിളിച്ചപ്പോൾ ദിവ്യാതന്റെ തലയെ തകർത്ത് കാടകളെ കൊടുത്തെങ്കിൽ, ഇസ്രായേലിനു വേണ്ടി അത്ഭുതങ്ങളെ ദൈവം ചെയ്തെങ്കിൽ, യോവേൽ പറയുന്നു, നിങ്ങളുടെ നടുവിൽ ഞാൻ അത്ഭുതങ്ങളെ ചെയ്യുന്ന നാളുകൾ വിദൂരമല്ല. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. അടുത്ത 26-ാമത്തെ വാക്യം യോവേൽ 2:26 പറയുന്നു, നിങ്ങൾ വേണ്ടുവോളം തിന്ന് തൃപ്തരായി ഇന്ന് രാത്രി. ഹല്ലേലൂയ, ആമേൻ. പാസ്റ്റർ എന്താ പറയുന്നേ? ആമേൻ, സ്തോത്രം. ഈ വർഷത്തിന്റെ ആരംഭമല്ല, അവസാന മണിക്കൂറിലേക്ക് വന്നപ്പോൾ എൻ്റെ ബാങ്ക് ബാലൻസ് കുറഞ്ഞു. ആമേൻ, ആഹാരം പോലും കഴിക്കാനില്ലാതിരിക്കുന്ന അന്തരീക്ഷമാണെന്ന് പറഞ്ഞു. ആമേൻ, സ്തോത്രം, പ്രൈസ് ദി ലോർഡ്. എൻ്റെ ജീവിതത്തിനകത്ത് എല്ലാ വഴികളും അടയപ്പെട്ടു, എല്ലാ വഴികളും ശൂന്യമാണ്, സകലതും ആമേൻ ഹല്ലേലൂയ ആമേൻ അടച്ചു മുദ്രവച്ചു. ആമേൻ, എനിക്ക് മുമ്പിലോട്ട് ചലിക്കാൻ കഴിയുന്നില്ല. നാളെ എന്ത് തിന്നും, നാളെ എന്ത് ഉടുക്കും, നാളെ എങ്ങനെ മുമ്പിലോട്ട് പോകും, നാളെ എങ്ങനെ ജീവിക്കും, ഇത്യാദി കാര്യങ്ങളാണോ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്? എന്നാൽ ദൈവം പറയുന്നു, നിങ്ങൾ വേണ്ടുവോളം തിന്ന് തൃപ്തരായി. നിങ്ങളുടെ ഹല്ലേലൂയ നിങ്ങളോട് അത്ഭുതകരമായ ആമേൻ പ്രവർത്തിച്ചിരിക്കുന്ന നിങ്ങളുടെ ദൈവമായ യഹോവയുടെ നാമത്തെ സ്തുതിക്കും. എൻ്റെ ജനം ഒരു നാളും ലജ്ജിച്ചു പോകയില്ല. ഹല്ലേലൂയ, ഒരു നാളും എൻ്റെ ജനം, ദൈവത്തിന്റെ വാക്ക് കേട്ടിറങ്ങിയ ജനം ലജ്ജിച്ചു പോയില്ല. അവർ മാറയുടെ അടുത്തെത്തിയപ്പോഴും മാറയെ മധുരമാക്കിയ ഒരു ദൈവമുണ്ടായിരുന്നു. ഇന്ന് രാത്രി മറന്നു പോകരുത്. നിന്റെ ജീവിതത്തിൽ അടഞ്ഞിരിക്കുന്ന അധ്യായങ്ങളെ തുറന്നു വയ്ക്കാൻ ഒരു ദൈവം ഈ രാത്രി നിങ്ങളുടെ മുമ്പിലായിട്ടുണ്ട്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ദൈവമേ, ആമേൻ. നമ്മൾ അനുഗ്രഹം പ്രാപിക്കും തൊട്ടു മുൻപായിട്ട് ചില ഈശാന മൂലം കാറ്റടിക്കും. അനുഗ്രഹത്തിന് തൊട്ടു മുൻപേ ചില പ്രതികൂലങ്ങൾ ആമേൻ അഴിച്ചുവിടും ശത്രു. നീ അടുത്തൊരു തലത്തിലേക്ക് ഉയരേണ്ട ചില മണിക്കൂറിന് മുൻപേ ശത്രു അധർമ്മപാളയത്തിൽ പാളയത്തിന്റെ വീതി വിസ്താരമാക്കും, അതിന്റെ ആഴങ്ങളെ കൂട്ടും, ആമേൻ വ്യക്തികളെ അണിനിരത്തും. നീ ഭാരപ്പെടേണ്ട കേട്ടോ. അതിനപ്പുറത്ത് നിനക്ക് വേണ്ടി ആമേൻ ഇറങ്ങുന്ന ഒരു ദൈവമുണ്ട്. ഞാൻ പറയട്ടെ, ഞാൻ ഇങ്ങനെ ചിന്തിച്ചു ഈ വാക്യം അദ്ദേഹം വായിച്ചപ്പോൾ, തമ്പുരാൻ ഈ വാക്യം തരുമ്പോൾ ചിന്തിച്ചു, കർത്താവേ, ഈ വെട്ടിക്കിളിയെ കൊണ്ട് കർത്താവ് ഇത്രയും അത്ഭുതം ചെയ്തോ? ഈ വെട്ടിക്കിളിയെ കൊണ്ട് കർത്താവ് ഇത്രയും അത്ഭുതം ചെയ്തോ? പ്രൈസ് ദി ലോർഡ്. അത് ദൈവം അയച്ച വെട്ടിക്കിളിയാ. ദൈവം ഒരു മനുഷ്യന്, എബ്രായ ലേഖനം 13:6 വായിച്ചേ. എബ്രായ ലേഖനം 13:6, എബ്രായ ലേഖനം 13:6 വായിച്ചേ. അവിടെ എന്താ വായിച്ചിരിക്കുന്നത്? എബ്രായ ലേഖനം 13-ാം അധ്യായത്തിന്റെ 6-ാമത്തെ വാക്യം പെട്ടെന്ന് വായിച്ചേ. കർത്താവ് എനിക്ക് തുണ, ഞാൻ പേടിക്കയില്ല. മനുഷ്യൻ എന്നോട് എന്ത് ചെയ്യുമെന്ന് നമുക്ക് ധൈര്യത്തോടെ പറയാം. സ്തോത്രം, പ്രൈസ് ദി ലോർഡ്. ആകയാൽ കർത്താവ് എനിക്ക് തുണ. അതല്ലേ പാട്ടുകാരൻ പാടിയത്? തുണ എനിക്ക് യേശുവേ, അല്ലേ? ഭക്തന്മാരുടെ ജീവിതത്തിനകത്ത് ദൈവം തുണയായി നിന്നു. തുണയായി മാത്രമല്ല കേട്ടോ, ഒരു വലിയൊരു തൂണായി, ആകാശത്തെയും ഭൂമിയെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഒരു തൂണായി. ഉത്തമഗീതം 5 വായിക്കുമ്പോഴും ഉത്തമഗീതം 6 വായിക്കുമ്പോഴും ഉത്തമഗീതം നമ്മൾ പഠിക്കുമ്പോൾ ഉത്തമഗീതം 5-ന്റെ തുടർന്നുള്ള വാക്യങ്ങൾ വായിക്കപ്പെടുമ്പോൾ, ദൈവമൈതലേ, ഇന്ന് പകൽക്കാലം ദൈവത്തിന്റെ പ്രവൃത്തി നമ്മുടെ കൂടാരങ്ങളുടെ അകത്ത് വെളിപ്പെടേണ്ട നാഴിക വിദൂരമല്ല. സ്തോത്രം. 2024 ചിലപ്പോ പരുക്കൻ ജീവിതത്തിൽ കൂടെ കടന്നു വന്നിരിക്കാം. നമ്മുടെ മുമ്പിൽ ചില ഭീതികൾ, ആയിരങ്ങൾ മൺമറഞ്ഞ ഒരു വർഷമായിരുന്നു. സ്തോത്രം. എന്നാൽ നോക്കൂ, ഇതിന്റെ ഒടുക്കത്തെ സമയത്ത് വരുമ്പോ ഭീതിജനകമായ അവസ്ഥകളും, ഒരിടത്തോട്ടും തിരിഞ്ഞു നോക്കാൻ കഴിയാതെ, പത്രം പോലും നൂത്ത് നോക്കാൻ കഴിയാതെ, TV ന്യൂസ് പോലും കേൾക്കുവാൻ കഴിയാതെ, സോഷ്യൽ മീഡിയയിൽ പോലും തുറന്നു കയറാൻ കഴിയാതെ, എപ്പോഴും തുറന്നാലും ശവപ്പെട്ടികളുടെ കൂമ്പാരം നിരന്നിരിക്കുമ്പോഴും, അപ്പോഴും ദൈവത്തിന്റെ സന്നിധിയിൽ നീയും ഞാനും കഴിക്കുന്ന
പ്രാർത്ഥനയുടെ നടുവിൽ നിന്നോട് പറ, ആകയാൽ കർത്താവ് എനിക്ക് തുണ, ഞാൻ പേടിക്കയില്ല, മനുഷ്യൻ എന്നോട് എന്ത് ചെയ്യും എന്ന് നമുക്ക് ധൈര്യത്തോടെ പറയാം. ധൈര്യത്തോടെ പേപ്പർ കീറാതെ ഒന്ന് അടിവരയിട്ടോ. ഇന്ന് രാത്രിയിൽ ദൈവം നിനക്ക് തുണയായിരിക്കുന്നെങ്കിൽ ആമേൻ, മനുഷ്യൻ നിന്നോട് ഒന്നും ചെയ്യത്തില്ല കേട്ടോ. അവർ ഭീതി ഇളക്കും, അവരിങ്ങനെ ചെയ്യും അങ്ങനെ ചെയ്യുമെന്ന് പറയും. പക്ഷേ അതിനകത്ത് ആമേ ചിലപ്പോൾ നിന്റെ കഴുത്തിൽ കത്തി കൊണ്ടുവയ്ക്കും, ചിലപ്പോൾ നിന്നെ ഇങ്ങനെ പറഞ്ഞ് ഭീതിപ്പെടുത്തും. ഞാൻ നിന്നെ കാണിച്ചു തരാന്നൊക്കെ. ഭാരപ്പെടണ്ട. അഭിഷേകം പ്രാപിച്ച നിന്നെ തൊടുവാൻ ഒരു മനുഷ്യനും ദൈവം അധികാരം കൊടുത്തിട്ടില്ല. എങ്കിൽ ആമേ സ്തോത്രം, പ്രൈസ് ദി ലോർഡ്. ദാവീദിനെ തൊടുവാൻ സ്വന്തം തലമുറ എണീറ്റപ്പോൾ സ്വർഗം അവിടെ ഇറങ്ങിച്ചെന്നു. അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രി ഒരിക്കലും ഒരു മനുഷ്യനും നിന്റെ അധികാരത്തെ പിടിച്ചു നശിപ്പിക്കുവാനോ, നിന്റെ ശുശ്രൂഷയെ തകർക്കുവാനോ, നിന്റെ അഭിഷേകത്തെ ചോദ്യം ചെയ്യുവാനോ, നിന്റെ ദൈവം നിനക്ക് തന്ന കൃപകളെ ചോദ്യം ചെയ്യുവാനോ ഒരു മനുഷ്യനെയും ദൈവം അനുവദിക്കുന്ന ദൈവമല്ല എന്ന് ഇന്ന് പകൽക്കാലം ഈ രാത്രിയിൽ ഈ വാക്യത്തിൽ കൂടെ പരിശുദ്ധാത്മാവ് നമ്മോട് സംസാരിക്കുകയാണ്. സ്തോത്രം, പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന്റെ കാര്യവും അസാധ്യമായിട്ടില്ല ദൈവവൈതലേ. ഹല്ലേലൂയ. അതല്ലേ ഇവിടെ നമ്മൾ വെളിപ്പാട് പുസ്തകം 2-ാമത്തെ അധ്യായം നമ്മൾ പഠിക്കുമ്പോൾ, വെളിപ്പാട് പുസ്തകം 2 അതിന്റെ 3-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ അവിടെ എന്താണ് ആമേൻ പ്രവാചകനായിരിക്കുന്ന അല്ലെങ്കിൽ വെളിപ്പാട് കണ്ടുകൊണ്ടിരിക്കുന്ന തൻ്റെ ദാസനായിരിക്കുന്ന യോഹന്നാൻ കാണുന്ന ഒരു വെളിപ്പാട് 2-ാമത്തെ അധ്യായത്തിന്റെ ആമേൻ സ്തോത്രം, പ്രൈസ് ദി ലോർഡ്, ആമേൻ 3-ാമത്തെ വാക്യത്തിലേക്ക് വരാം. അവിടെ എന്താ പറയുന്നത്? നിനക്ക് സഹിഷ്ണുതയുള്ളതും എന്റെ നാമനിമിത്തം നീ സഹിച്ചതും തളർന്നു പോകാഞ്ഞതും ഞാൻ അറിയുന്നു. സ്തോത്രം. സഹിച്ചില്ലേ? ഒരുപാട് ഒത്തിരി സഹിച്ചില്ലേ? ഇനി എന്താ അല്ലേ? ഒരുപാട് സഹിച്ചു. ഒരു മനുഷ്യ ആയുസ്സിൽ എന്തൊക്കെ സഹിക്കാൻ കഴിയുമോ അതൊക്കെ സഹിച്ചു. പക്ഷെ തമ്പുരാൻ പറയുന്ന ദൂത് കേട്ടോ, നിനക്ക് സഹിഷ്ണുതയുള്ളതും എൻ്റെ നാമം നിമിത്തം നീ സഹിച്ചതും, ഹല്ലേലൂയ, തളർന്നു പോകാഞ്ഞതും ഞാൻ അറിയുന്നു. സ്തോത്രം. നീ തളർന്നു പോകാഞ്ഞതും ഞാൻ അറിയുന്നു. തളർത്തിക്കളയാൻ നോക്കിയ ആമേൻ വ്യക്തികളുടെ മുൻപിൽ തമ്പുരാൻ നിന്നെ ആമേൻ വാടാത്ത കിരീടം ചൂടി ആമേൻ കുതിരപ്പുറത്ത് കയറ്റി ആമേൻ റൗണ്ട് ചുറ്റിക്കുന്ന ഒരു ദൈവം ഇന്ന് രാത്രി ചില കുടുംബത്തിനകത്ത് ഇറങ്ങി നിൽപ്പുണ്ട്. ഹല്ലേലൂയ, ആമേൻ. മനസ്സിലാകുന്നുണ്ടോ? ദൈവം ഒരുത്തരെ തെരഞ്ഞെടുത്തു കഴിഞ്ഞാൽ നിന്റെ തല എവിടെ താഴ്ത്തിക്കെട്ടാൻ നോക്കിയാലും തമ്പുരാൻ ഇന്ന് രാത്രി പറയുന്നു, അവരുടെ മുമ്പിൽ ആമേ സ്തോത്രം, ഹല്ലേലൂയ, മോർത്തേക്കായിയെ കുതിരപ്പുറത്ത് കയറ്റി രാജവസ്ത്രം ധരിപ്പിച്ച് സ്തോത്രം അവന് ആമേൻ ആമേൻ സൂസൻ രാജധാനി മുഴുവനും ആമേൻ അവനെ ആ പട്ടണം മുഴുവനും ആമേൻ വിളംബരം ചെയ്തും ബാൻഡടിച്ചും ആമേ മുത്തുക്കുട നിവർത്തിയും ആമേ തമ്പേറടിച്ചും ആമേ ഖജനാവടിച്ചും പൂത്തിരി കത്തിച്ചും കമ്പക്കെട്ട് കത്തിച്ചും ആമേ മോർത്തേക്കായി അവിടെ എല്ലാം ചുറ്റി നടത്തിയ കാര്യമുണ്ട്. ഇവന് തൂക്കേണ്ട കഴുകുമരത്തിൽ അടുത്തൊരുത്തം തൂങ്ങാൻ സമയം ചില മിനിറ്റുകൾ മാത്രം ബാക്കി നിൽക്കെ സ്വർഗത്തിലെ ദൈവം മോർത്തേക്കായിയെ മാനിപ്പാനിടയായെങ്കിൽ ഇന്ന് രാത്രി നീ ചാകേണ്ട സ്ഥലത്ത് തമ്പുരാൻ പലതും നിനക്ക് കാണിച്ചു തന്നിട്ട് ദൈവം നിന്റെ തലമുറയെ കാമേൽ നിന്റെ കുടുംബം മാത്രമല്ല ദേശം രാജ്യം കാണത്തക്ക തലത്തിൽ ദൈവം നിന്നെ ഉയർത്താൻ പോകുന്നു. ഹല്ലേലൂയ. ദൈവം ഒരു മനുഷ്യനെ ഉയർത്തിയാലേ ആർക്കും അതിനെ തകർക്കുവാൻ കഴിയില്ല കേട്ടോ. ഹല്ലേലൂയ, ആമേൻ. അടുത്ത 4-ാമത്തെ വാക്യം പറയുന്നത് ഇങ്ങനെയാണ്. ഒന്ന് വായിച്ച 4-ാമത്തെ വാക്യം. ആമേൻ. 2:4 വെളിപ്പാട്. എങ്കിലും നിന്റെ ആദ്യ സ്നേഹം വിട്ടുകളഞ്ഞ എന്ന ഒരു കുറ്റം നിന്നെ കുറിച്ച് പറയാനുണ്ട്. നോയിക്കേ, ഇത്രയൊക്കെ ഞാൻ ചെയ്തിട്ടും ഒരു ദൂതൂടെ പറയട്ടെ. പറഞ്ഞോളൂ, കേൾക്കാം. നീ ആദ്യ സ്നേഹം വിട്ടുപോയി. ചെറിയൊരു കുറ്റം പറയാനുണ്ട്. അത് വിട്ട് നീ മടങ്ങി വരുമെങ്കിൽ ഇതുവരയ്ക്കും ആർക്കും നിന്നെ തോൽപ്പിക്കാൻ കഴിയാത്ത, ആരും വിളിക്കാത്ത, ആരും നിന്നെ ആമേ സ്തോത്രം കുറ്റപ്പെടുത്താത്ത ഒരു പുതിയ പേര് ഞാൻ നിനക്ക് തരും. അത് ഈ ലോകത്തിലെ കല്ലിൽ കുത്തിയ പേരല്ല,
ഈ ലോകത്തിലെ വ്യക്തികളെ ആമേ കണ്ട പേരല്ല. 3:7, 3:9, ആമേൻ 1:11 നമ്മൾ വായിക്കപ്പെടുമ്പോൾ തമ്പുരാൻ കൊടുക്കുന്ന വെളിപ്പാടുകൾ കണ്ട് ആമേ സ്തോത്രം ദൈവസഭ ഷടകുടഞ്ഞെണീക്കേണ്ടത് ഏറെ അത്യാവശ്യമായിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. 1 ദിനവൃത്താന്ത പുസ്തകം 16-ാമത്തെ അധ്യായത്തിന്റെ 25-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ, ദിനവൃത്താന്ത പുസ്തകം 1 ദിനവൃത്താന്തം 16-ാമത്തെ അധ്യായം അതിന്റെ 25-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ അവിടെ എന്താണ് നമ്മൾ വായിക്കുന്നത്? 16:25. ഹല്ലേലൂയ. യഹോവ വലിയവനും അത്യന്തം സ്തുത്യനും സർവ്വദേവന്മാരിലും അതിഭയങ്കരനുമല്ലോ. ഹല്ലോ, പ്രൈസ് ദി ലോർഡ്. കണ്ടോ അവിടെ വായിച്ചത്? യഹോവ വലിയവനും അത്യന്തം സ്തുത്യനും സർവ്വദേവന്മാരിൽക്കാലും ആമേൻ പ്രൈസ് അതിഭയങ്കരനുമല്ലോ. ഈ ദൈവത്തെ അല്ലേ നമുക്ക് ആരാധിക്കാൻ ഒരു സമയം കിട്ടിയത്? ഈ ദൈവത്തിന്റെ സന്നിധിയിലല്ലേ നമ്മൾ പ്രസംഗിക്കുന്നത്? ഈ കർത്താവിന്റെ പാദപീഠത്തിലല്ലേ നമ്മൾ സ്തോത്രം പറയുന്നത്? ആമേൻ. ഈ യേശുപ്പച്ചന്റെ കരങ്ങളിലല്ലേ നമ്മൾ ഇണങ്ങിയ ഒരു ആയുധമായി ഇരിക്കേണ്ടത്? ലോകം എന്തോ പറയട്ടെ, യേശു എന്താ പറഞ്ഞേ? എൻ്റെ നാമം നിമിത്തം നീ പലതും വിടേണ്ടി വരും. പ്രൈസ് ദി ലോർഡ്. പലരും നിന്നെ വിട്ടുപോകും, നീ പലതും വിടേണ്ടി വരും. ഈ നാമം എടുത്തവർ ശ്രദ്ധിക്കുക, യേശുവിന്റെ പാദപീഠത്തിൽ നിൽക്കുന്നവർ ശ്രദ്ധിക്കുക, പലതും വിടേണ്ടതായി വരും. മനഃപൂർവ്വമായി പലതും ത്യജിക്കേണ്ടതായി വരും. മനഃപൂർവ്വമായി പലതും നമ്മൾ ഉപേക്ഷിക്കേണ്ടതായി വരും. മനഃപൂർവ്വമായി നമ്മുടെ ശരീരങ്ങളെ പലപ്പോഴും ക്രൂശിക്കേണ്ടതായി വരും. ഇത് കർത്താവിന്റെ നാമം നിമിത്തം ഇന്ന് ആ രാത്രിയിൽ പലതും നമ്മൾ ഗുഡ് ബൈ പറയേണ്ടതായി വരും. അത് ലോക മനുഷ്യന് ഇഷ്ടമല്ല. സ്തോത്രം, പ്രൈസ് ദി ലോർഡ്. വായിക്കാം, യോവേൽ പ്രവാചകന്റെ പുസ്തകത്തിലേക്ക് മടങ്ങി വരാം. 2:28 ഒന്ന് വായിച്ചു. 2:28, യോവേൽ 2:28. അതിനുശേഷമോ ഞാൻ സകല ജഡത്തിന്മേലും എന്റെ ആത്മാവിനെ പകരും. നിങ്ങളുടെ പുത്രന്മാരും പുത്രിമാരും പ്രവചിക്കും. നിങ്ങളുടെ വൃദ്ധന്മാർ സ്വപ്നങ്ങളെ കാണും. നിങ്ങളുടെ യൗവനക്കാർ ദർശനങ്ങളെ ദർശിക്കും. നിങ്ങളുടെ വൃദ്ധന്മാർ എന്ത് ചെയ്യും? സ്വപ്നങ്ങളെ. ആഹാ, ഇതിനകത്ത് വൃദ്ധന്മാർ ആരെങ്കിലും ഉണ്ടോ? ആരുമില്ല. ഒരാൾ പോലും വൃദ്ധന്മാരിനകത്തില്ല. അയ്യോ, അതല്ല, അത് വൃദ്ധനല്ല. ഒയ്യോ, ആമേൻ, പ്രൈസ് ദി ലോർഡ്. അങ്കിളെ നിങ്ങളെ വൃദ്ധനാക്കി ആന്റി. കുറച്ച് കഴിഞ്ഞ് ഞാൻ വിളിക്കുന്നുണ്ട്. പ്രൈസ് ദി ലോർഡ്, ആമേൻ. ഏത് കാര്യത്തിലാണ് അങ്കിളിനെ ആന്റി വൃദ്ധനാക്കിയത്? പ്രൈസ് ദി ലോർഡ്. അങ്കിളിനോട് ഈ ചോദിക്കാറുണ്ട്. ആമേൻ. ഇവിടെ പറയുന്ന വൃദ്ധന്മാർ സ്വപ്നങ്ങളെ കാണും. സ്വപ്നം കാണണം അങ്കിളെ. അങ്കിളിനെ അങ്ങോട്ട് തിരിച്ചു വെച്ചു കൊടുത്തേ, മുഖം കാണട്ടെ. അങ്കിള് സ്വപ്നം കാണണം, ഇന്ന് സ്വപ്നം കാണണം. ഒരു കണ്ടക്ടർ കണ്ടപോലെ സ്വപ്നം കാണരുത്. കണ്ടക്ടർ സ്വപ്നം കണ്ടു. സ്വപ്നം കണ്ട് അദ്ദേഹത്തിന് 2 ഡ്യൂട്ടിയാണ്. 1 ടിക്കറ്റ് കൊടുക്കുക, 2 ചെക്കറിന്റെ ഡ്യൂട്ടിയുണ്ട്. ആമേൻ. ആദ്യം ടിക്കറ്റ് കൊടുത്തു. 2 ഇറങ്ങുന്ന കൗണ്ടറിൽ ആളിറങ്ങുമ്പോൾ ടിക്കറ്റ് കൂടി തിരിച്ചു വാങ്ങും. അങ്ങനെ നിരന്തരം വർഷങ്ങളായി ഇങ്ങനെ ഈ ജോലി ചെയ്തുകൊണ്ടിരിക്കുക. ഒരു രാത്രി ഇദ്ദേഹം ഒരു സ്വപ്നം കണ്ടു. അന്ന് പകല് സ്വത്രം ഒരു വ്യക്തിയായിട്ട് കശപിശ ഉണ്ടായി. ആമേൻ. ഇദ്ദേഹം നല്ല ഉറക്കത്തിലാണ്. പ്രൈസ് ദി ലോർഡ്. അവർ ഒരുമിച്ച് കിടക്കുന്ന ഭാര്യയും ഭർത്താവും ഒരുമിച്ച് കിടക്കുന്നു. ആമേൻ. അദ്ദേഹം ടിക്കറ്റ് ചോദിച്ചപ്പോൾ അദ്ദേഹം മോശമായി പറഞ്ഞു. ഇദ്ദേഹം കൈ നീട്ടി ആമേൻ ചക്കര ഈ കണ്ടക്ടറെ അടിച്ചു. ഇദ്ദേഹം തിരിഞ്ഞു നോക്കിയില്ല. കൈ ഇരുന്ന ആ ടിക്കറ്റ് വെക്കുന്ന സ്റ്റാൻഡ് കൊണ്ട് അദ്ദേഹത്തിനെ അടിച്ചു. ഈ അടി അടുത്തിടുന്ന അമ്മാമ്മേരെ പുറത്തായിരുന്നു. സ്വത്രം പറഞ്ഞില്ലല്ലോ. ഇന്ന് രാത്രി അങ്ങനെയുള്ള സ്വപ്നം കാണരുത്. ഈ കണ്ട സ്വപ്നം വേറെ സ്വപ്നമാണ്. സ്തോത്രം. ഇത് ഭാവി കാലത്തെ കുറിച്ചുള്ള ദർശനമാണ്. വൃദ്ധന്മാർ കാണാൻ പോകുന്ന ഭാവി കാലത്തെ കുറിച്ചുള്ള ദർശനമാണ് കാണാൻ പോകുന്നത്. സ്തോത്രം. ഈ ദർശനം കാണുന്ന ആമേൻ വ്യക്തികളുടെ ഇവിടെ ഇന്ന് നോക്കി ഇവിടെ വായിക്കുന്നത്, നിങ്ങളുടെ വൃദ്ധന്മാർ സ്വപ്നങ്ങളെ കാണും, നിങ്ങളുടെ യൗവനക്കാർ ദർശനങ്ങളെ ദർശിക്കും. അപ്പൊ യൗവനക്കാരനകത്ത് ഇപ്പോൾ ഇഷ്ടം പോലെ യൗവനക്കാരുണ്ട്. തങ്കമ്മ ആന്റി, ആമേ സ്തോത്രം, ഇവിടെ ഇരിക്കുന്ന ലിൻഡ, ആമേ നമ്മുടെ ഓപന സിസ്റ്റർ,
ആമേൻ നമ്മുടെ സ്തോത്രം സാൻഡി സിസ്റ്റർ, ബിന്ദു സിസ്റ്റർ, ആമേൻ നമ്മുടെ സുബിൻ, നമ്മുടെ പ്രഭ സിസ്റ്റർ, പ്രൈസ് ദി ലോർഡ്. ആമേൻ ഇവിടെ വേറെ ആരുണ്ട്? മാത്യൂസ് ബ്രദർ ഉണ്ട്. ഇവരെല്ലാം ആമേൻ യൗവനക്കാരാണ്. ആമേൻ. അപ്പൊ ഞാനും അങ്കുളും ഒക്കെ മധ്യവയസ്സരാണ്. ആമേൻ. നമ്മളിങ്ങനെ വാർദ്ധക്യത്തിന് അടുക്കുന്നത് മാത്രമേ ഉള്ളൂ. സ്തോത്രം. ആമേൻ. ശ്രദ്ധിക്കൂ, ഇന്ന് രാത്രിയിൽ ദർശനങ്ങളും സ്വപ്നങ്ങളും രണ്ടും. ദർശനം വേറെ, സ്വപ്നം വേറെ. ദർശനം പറയുന്നത് ഇങ്ങനെയാണ്: ഞാൻ നിനക്ക് പോകേണ്ട വഴി എന്ത് ചെയ്യും? കാണിച്ചു തരും. അതാണ് യൗവനക്കാരുടെ മേൽ സ്തോത്രം. എന്നാൽ ആമേൻ വൃദ്ധന്മാരുടെ മേൽ പകർന്നത് എന്താണ്? സ്വപ്നം. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. ആമേൻ. സ്വപ്നം കണ്ട രാജാക്കന്മാരുണ്ട്. നെബൂഖദ്നേസറിന്റെ സ്വപ്നം ഭയങ്കര സ്വപ്നമായിരുന്നു. ആ സ്വപ്നം വ്യാഖ്യാനിപ്പാൻ ആമേൻ കുണ്ടറയിൽ കിടന്ന പ്രൈസ് ദി ലോർഡ് തന്റെ മനുഷ്യനെ കൊണ്ട് മാത്രമേ കഴിഞ്ഞുള്ളൂ. ദാനിയേലിന്റെ മുടിയെല്ലാം വെട്ടി ആമേൻ അവന്റേതായ നിലയിൽ ക്രമീകരണങ്ങൾ ചെയ്തു. പ്രാർത്ഥിക്കുന്നവനെ എത്രത്തോളം കുണ്ടറയ്ക്കകത്തിട്ടാലും ഒരു ദിവസം പുറത്ത് കൊണ്ടുവരും. പ്രൈസ് ദി ലോർഡ്. ഇന്ന് രാത്രി പറയട്ടെ, സ്വപ്നങ്ങൾ, നല്ല നല്ല സ്വപ്നങ്ങൾ കണ്ട വിശുദ്ധന്മാർ ഇന്ന് പകൽക്കാലം ഇതിനകത്തിരിപ്പുണ്ട്. ചില സ്വപ്നങ്ങളൊക്കെ നമ്മെ പേടിപ്പിക്കും, ചില സ്വപ്നങ്ങളൊക്കെ നമ്മെ ഭയപ്പെടുത്തും, ചിലതൊക്കെ നമ്മെ രാവിലെയോ വൈകിട്ടോ ഒക്കെ ചിന്തിക്കുമ്പോൾ നമുക്ക് പേടി തോന്നും. ചിലപ്പോൾ കിടക്കെന്നൊക്കെ ചാടി എണീക്കേണ്ടി വരും ചില സ്വപ്നങ്ങൾ. എന്നാൽ ഇന്ന് രാത്രി ആ ചാടി എണീക്കുന്ന സ്വപ്നങ്ങൾ നിനക്ക് ദൈവം തന്നാലും നീ ഭാരപ്പെടണ്ട. അതിൻ്റെ പുന്നാമ്പുറത്തുകൂടെ, അതിൻ്റെ പിന്നാലെ ദൈവത്തിൻ്റെ വിടുതലും അതിനകത്ത് വരാൻ പോകുകയാണ്. സ്തോത്രം, പ്രൈസ് ദി ലോർഡ്. ഈ രാത്രിയിൽ ഒരു വാക്യം കൂടെ വായിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. 3-ാമത്തെ അധ്യായത്തിൻ്റെ 2-ാമത്തെ വാക്യവും 3:14 കൂടെ ഒന്ന് വായിച്ചേ. 3:2, 3:14 കൂടെ വായിച്ചേ. സ്തോത്രം. നാളുകളിലും ഞാൻ യഹൂദായുടെയും യെരൂശലേമിന്റെയും സ്ഥിതി മാറ്റുവാനുള്ള നാളുകളിലും കാലത്തിലും ഞാൻ സകല ജാതികളെയും കൂട്ടി യഹോശാഫാത്ത് താഴ്വരയിൽ ചെല്ലുമാറാക്കുകയും എന്റെ ജനം നിമിത്തവും എന്റെ അവകാശമായ ഇസ്രായേൽ നിമിത്തവും അവരോട് വ്യവഹരിക്കുകയും ചെയ്യും. അവർ അവരെ ജാതികളുടെ ഇടയിൽ ചിതറിച്ച് എന്റെ ദേശത്തെ വിഭാഗിച്ചു കളഞ്ഞുവല്ലോ. കണ്ടോ, യഹോശാഫാത്ത് താഴ്വരയിൽ ഒരു യുദ്ധം അവർ ക്രമീകരിക്കുകയാണ്. യഹോശാഫാത്ത് താഴ്വരയിൽ യുദ്ധം സംഭവിക്കുമ്പോൾ അതിനകത്ത് ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടുത്തുവാൻ താഴ്വര ഉളവായിരിക്കുക. എന്നാൽ 3-ാമത്തെ അധ്യായത്തിന്റെ 14-ാമത്തെ വാക്യം പഠിക്കുമ്പോൾ വായിച്ച 3:14, വിധിയുടെ താഴ്വരയിൽ അസംഖ്യം സമൂഹങ്ങളെ കാണുന്നു. വിധിയുടെ താഴ്വരയിൽ യഹോവയുടെ ദിവസം അടുത്തിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഒരു വിധി പുറപ്പെടുവിക്കുന്ന ഒരു താഴ്വര ഉളവാകാൻ പോകുന്നു. 2024 ഡിസംബർ മാസത്തിൽ ഒരു വിധി പ്രഖ്യാപിക്കുന്ന ഒരു താഴ്വര ഉളവായി വരുന്നു എന്ന് യഹോശാഫാത്ത് താഴ്വരയുടെ നടുവിൽ ഒരു വിധിയുടെ താഴ്വര പുറത്തു വരുന്നു. തങ്ങമേന്തി ഒരു വിധിയുടെ താഴ്വര. അത് ഈ ആണ്ടർതിക്ക് മുമ്പേ ഒരു വിധി പുറപ്പെടുവിക്കും. ചിലരുടെ നേരെ ദൈവം ഒരു വിധി പുറപ്പെടുവിച്ചുകൊണ്ട് വരും. പ്രൈസ് ദി ലോർഡ്. സാൻഡി സിസ്റ്ററെ ഒരു വിധി പുറപ്പെടുവിക്കും. കുടുംബതലങ്ങളിൽ ഒരു വിധി ദൈവത്തിന്റെ ആത്മാവ് പുറപ്പെടുവിച്ചു കൊണ്ടുവരും. ഹല്ലേലൂയ. ഈ വിധി പ്രഖ്യാപിക്കുന്ന ഒരു താഴ്വര കൂടി വരാൻ പോകുകയാ. സ്തോത്ര. ഓമന സിസ്റ്ററെ, ഒരു വിധിയുടെ താഴ്വര തമ്പുരാൻ ഉളവാക്കാൻ പോകുകയാ. ഇന്ന് രാത്രി കുടുംബങ്ങളിൽ ഒരു വിധിയുടെ താഴ്വര 2024 കഴിയും മുൻപേ ദൈവാത്മാവ് ഒരു താഴ്വരയെ ഉടലെടുത്ത് പുറത്തു കൊണ്ടുവരുമെന്നുള്ള കാര്യം ഇന്ന് രാത്രി മറന്നു പോകരുത്. സ്തോത്രം. ഈ താഴ്വരയ്ക്കൊരു പ്രത്യേകതയുണ്ട്. 3-ാമത്തെ 14 മുതൽ 14 12 നമ്മൾ പഠിക്കുമ്പോൾ സ്തോത്രം, പ്രൈസ് ദി ലോർഡ്. 3:18 നമ്മൾ വായിക്കപ്പെടുമ്പോൾ ദൈവകുഞ്ഞെ ഈ താഴ്വരയ്ക്ക് പ്രത്യേകതയുണ്ട്. ഈ താഴ്വര നടുവിൽ യഹോശാഫാത്ത് താഴ്വരയുടെ മറ്റൊരു പേര് വിധിയുടെ താഴ്വര. സ്തോത്രം പറഞ്ഞാട്ടെ. യഹോവയുടെ ആലയത്തിൽ നിന്ന് പുറപ്പെടുന്ന ഉറവ സ്തോത്രം നനയ്ക്കുന്ന ഒരു താഴ്വര. സ്തോത്രം. ഇന്ന് പകൽക്കാലം നിന്റെ തോട്ടം നനയ്ക്കുന്ന ഒരു താഴ്വര പുറപ്പെടാൻ പോകുകയാ. ചില കുടുംബത്തിനകത്ത് ദൈവാത്മാവ് അയക്കുന്ന ചില നനയ്ക്കുന്ന തോട്ടങ്ങൾ, നനയ്ക്കുന്ന കുടുംബങ്ങൾ, നനയ്ക്കുന്ന വ്യക്തികളെ തളർപ്പിക്കുന്ന ഒരു താഴ്വര ഇന്ന് രാത്രി ഉളവാകാൻ പോകുക.